ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. എൻ്റെ പേര് ഫൈസൽ സി എ, വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് ദിനേനയെന്നോണം സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള സൗജന്യ വെബിനാറുകളുടെ ഭാഗമായിട്ട് ഇന്ന് നരേറ്റീവ് തെറാപ്പി എന്ന വിഷയത്തിലുള്ള ഒരു ചർച്ചയാണ്, ഒരു വെബിനാറാണ് നമ്മളിവിടെ സമാരംഭം കുറിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിംബിൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കൗൺസിലിംഗ്, അതല്ലെങ്കിൽ സൈക്കോ തെറാപ്പി, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നീ വിഷയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള സൗജന്യ വെബിനാറുകളും അതോടൊപ്പം തന്നെ വർക്ക്ഷോപ്പുകളും കോഴ്സുകളും ഒക്കെ സംഘടിപ്പിച്ചു വരികയാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാവരിലേക്കും എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനും അതേപോലെ തന്നെ പഠനത്തിന്റെ തുടർച്ചയായിട്ട് ഉന്നത പഠനങ്ങളിലേക്കും നീങ്ങുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ബാരിയർ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അതിന് ഒരു ബദൽ സംവിധാനം എന്ന രീതിയിലാണ് നമ്മളുടെ പ്രോഗ്രാമുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ തന്നെ നമ്മൾ സൈക്കോ തെറാപ്പിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്തു വരുന്നുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ സെഷൻ ലീഡ് ചെയ്യുന്ന നിസാവ് സാറിന്റെ കീഴിലായിട്ട് തന്നെ നമ്മൾ CBT, അതേപോലെ തന്നെ ബിഹേവിയറൽ മാനേജ്മെന്റ് തെറാപ്പി തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തു വരുന്നു. അതേപോലെ തന്നെ അടുത്ത ദിവസം ജനുവരി 28 CBT ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് എങ്ങനെയാണ് CBT അപ്ലൈ ചെയ്യുക, കുട്ടികളിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റി ആവട്ടെ, അതേപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഉണ്ടാകുന്ന മറ്റു ബിഹേവിയറൽ പ്രോബ്ലംസ്, ഡിപ്രഷൻസ്, ബുള്ളിയിങ്, സ്ലീപ്പ് ഡിസോർഡേഴ്സ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് എങ്ങനെയാണ് CBT അപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു എക്സ്ക്ലൂസീവ് വർക്ക്ഷോപ്പ് നമ്മൾ ജനുവരി 28 നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിന്റെ പോസ്റ്ററുകൾ ഔട്ട് ചെയ്തിരുന്നു. അതിൽ അഡ്മിഷൻസ് ഇങ്ങനെ ഫില്ലായി വരികയാണ്. താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ ബന്ധപ്പെടുക. നിസാവ് സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റും റെമഡിയൽ ട്രെയിനറുമാണ്. കാലിക്കറ്റ് സ്വദേശിയാണ്. ഇപ്പോൾ അബുദാബിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും 7 മണിക്ക് സൈക്കോ തെറാപ്പിയിൽ ഒരു സെഷൻ, ഒരു സൗജന്യ വെബിനാർ വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ചകളിലൊക്കെ നടന്ന സൈക്കോ തെറാപ്പി സെഷനുകളുടെ വീഡിയോസ്, റെക്കോർഡഡ് വേർഷൻസ് നിങ്ങൾക്ക് വിംബിൾ അക്കാദമി എന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ കഴിഞ്ഞ തെറാപ്പി സെഷനുകളെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ താല്പര്യപ്പെടുന്നവരൊക്കെ അവിടെ പോയിട്ട് മാക്സിമം അതൊക്കെ കാണുക, കൂടുതൽ തെറാപ്പികൾ പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നരേറ്റീവ് തെറാപ്പി സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും വിംബിൾ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ നേരത്തെ ഉണ്ടായിരുന്നവരും അതേപോലെ തന്നെ വിംബിൾ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്ത എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുകയാണ്. ഇതൊരു നോളജ് ഷെയറിംഗ് ഹബ്ബാണ്. കൂടുതൽ ഇൻഫോർമേഷൻസ് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് പാസ് ചെയ്യുക, റിസീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നരേറ്റീവ് തെറാപ്പി സെഷൻ ലീഡ് ചെയ്യുന്ന നിസാവ് സാറിനെയും ഈ ഒരു സെഷനിലേക്ക് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിസാവ് സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നിസാവ് സാർ, പ്ലീസ്. Hello, thank you. Hello, good evening. Good evening, sir. ഓക്കെ. ഇന്ന് റിയാസ് സാറിന് യാത്രയിലെല്ലാം തോന്നുന്നു, ആദ്യമായിട്ടാണ് വീട്ടിലിരിക്കുന്നത് കാണുന്നത്. വളരെ സന്തോഷം. അതെ. ഞാൻ സാറിന്റെ എല്ലാ ക്ലാസ്സിലും യാത്രയിലാണ് കയറിയിട്ടുള്ളത്. പക്ഷെ ക്ലാസ് കേൾക്കാറുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ യാത്രയുടെ ഒരു ഇതുണ്ടാവില്ല. ചിലപ്പോ വണ്ടി സൈഡാക്കിയിട്ടാണ് കാണാറുള്ളത്. പിന്നെ ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്ത് വീണ്ടും പോകും.
മിക്ക ദിവസങ്ങളിലും അതെ കോഴിക്കോടോ മഞ്ചേരിയോ ഇപ്പൊ മലപ്പുറത്തോ പരിസരത്തോ എവിടെയോ വീട്ടിലാദ്യമായിട്ടാണ് സത്യം. അതെ വളരെ സന്തോഷമുണ്ട്. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖം, അൽഹംദുലില്ലാ, സന്തോഷമായിട്ട് പോകുന്നു. അപ്പോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തെറാപ്പിയിലേക്ക് തന്നെ പോവാം അല്ലേ? എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇന്നത്തെ ഒരു തെറാപ്പിയുടെ എന്താണ് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഒരു തെറാപ്പിയുടെ പ്രത്യേകത, ഞാൻ അതിനു മുമ്പ് തന്നെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഒരാളുടെ ഐഡന്റിറ്റി രൂപപ്പെടുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? എങ്ങനെയാണ് ഒരാളുടെ വ്യക്തിത്വം ഉണ്ടാവുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഒരു പൂർണ്ണ രൂപമായിട്ട് വളർന്നു വരുന്നത്? ഈ ഒരു തെറാപ്പി, നരേറ്റീവ് തെറാപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി മുന്നോട്ട് പോകുന്ന ഒരു തെറാപ്പിയാണ്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാണ് ഒരു ഐഡന്റിറ്റി രൂപപ്പെടുന്നത്, അതല്ലെങ്കിൽ അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തുന്നത്? ഹലോ സാർ. പറഞ്ഞോളൂ. യെസ്, പറഞ്ഞോളൂ. അമീർ സാർ പറഞ്ഞോളൂ. സാർ അമീറാണ്. യെസ്. നിസാം സാർ, ഒരാള് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആളെ ചുറ്റുപാട്, സാമൂഹിക ഇടപെടലുകളും അതും ആ ഒരു ഐഡന്റിറ്റി അല്ലേ ഉദ്ദേശിച്ചത്? ജെൻഡർ ഐഡന്റിറ്റി ആണോ സാർ ഉദ്ദേശിച്ചത്? എങ്ങനെയാണ്? അല്ല, ഐഡന്റിറ്റി? ജെൻഡർ അല്ല, ജെൻഡർ അല്ല. ഞാൻ പൊതുവെ നിങ്ങൾ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള അതിലേക്ക് തന്നെയാണ് വരുന്നത്. സാമൂഹികമായി, സോഷ്യൽ ആയിട്ടുള്ള എൻവിറോൺമെന്റുമായിട്ട് ചുറ്റുപാട്. അപ്പൊ ആ സാമൂഹിക ചുറ്റുപാടുകളും അതിന് ആ സമൂഹത്തിൽ അത് എങ്ങനെ ആൾക്ക് ആ ഒരു ഇൻഫ്ലുവൻസും ആളെ ഐഡന്റിറ്റിയിൽ അത് ബാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അങ്ങനെ തന്നെയാണ് സാധാരണയായിട്ട് ഒരു മനുഷ്യൻ. നമ്മൾ സാധാരണയായിട്ട് ഒരു രണ്ട് ബിഹേവിയർ ആണ് ഒന്ന് പഠിക്കുന്നത്. ഒന്ന് പാരന്റിൽ നിന്ന്, അതായത് ചെറുപ്പം മുതലേ നമ്മൾ ജനിച്ച മുതൽ നമ്മുടെ പാരന്റ് എന്തൊക്കെ പഠിപ്പിക്കുന്നു അതൊക്കെ പഠിപ്പിച്ച മുതൽ ഒരു ബിഹേവിയർ ഉള്ളത്. രണ്ടാമത്തെ ഒരു ബിഹേവിയർ എന്താണ്? നമ്മൾ എൻവിറോൺമെന്റ്, ചുറ്റുപാടുകളിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് അതൊക്കെ വെച്ച് നമ്മൾ ഒരു പുതിയൊരു ലേണിംഗ് ചെയ്യാണ്. ചെറിയ കുട്ടികൾ വളർന്ന് ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോകുന്നു. ഇനിയിപ്പോ ജോലി സ്ഥലത്ത് നമ്മൾ പുതിയ ആളുകളുമായിട്ട് അവിടെ ഒക്കെ ഒരു ബിഹേവിയർ പഠിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു തെറാപ്പിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരാളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാല് ഒരു പ്രശ്നവുമായിട്ട് ആ ക്ലയന്റ് നമ്മുടെ മുമ്പിൽ എന്ത് പ്രശ്നമായിരിക്കോട്ടെ നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് അയാളിൽ മാത്രം ഫോക്കസ് ഈ പ്രശ്നം വേറെയാണ്, നിങ്ങൾ വേറെയാണ്, രണ്ടും വേർതിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഈ ഒരു തെറാപ്പിക്കുള്ളത്. അപ്പോ ഈ ഒരു തെറാപ്പിന്റെ ഒരു ഡെവലപ്മെന്റ് ചെയ്തത് മൈക്കൽ വൈറ്റ് ആൻഡ് ഡേവിഡ് എപ്സോൺ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ഒരു തെറാപ്പി ഉപയോഗിച്ചിട്ടുള്ളത്, ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ ഒരു തെറാപ്പി പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്കോ തെറാപ്പി തന്നെ മികച്ചു നിൽക്കുന്ന ഒരു തെറാപ്പിയാണ്. കാരണം നമ്മൾ സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ ക്ലയന്റ് വരുന്ന സമയത്ത് അവരെ പ്രശ്നങ്ങൾ കേൾക്കും, ആ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ഒന്നോ രണ്ടോ സെഷൻ ആയിട്ട് കൊടുക്കും. പക്ഷെ ഒരിക്കൽ പോലും മറ്റുള്ള തെറാപ്പികളിൽ പോലെ അയാളുടെ വ്യക്തിത്വത്തിലെ പൂർണ്ണതയിലേക്ക് ആരും പോവാറില്ല. അയാളെ പ്രശ്നം എങ്ങനെയെങ്കിലും തീർത്തു കൊടുക്കുക എന്നുള്ളത് ഒരൊറ്റ ലക്ഷ്യം നമ്മുടെ കൺസൾട്ടന്റ് ആയിട്ടുള്ള പലരും, ഞാനടക്കമുള്ള ആളുകളും ശ്രദ്ധിക്കാറുള്ളത്. പക്ഷെ ഈ ഒരു തെറാപ്പി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരാളുടെ പൂർണ്ണമായിട്ടുള്ള സക്സസീവായ ലൈഫിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയാണ്. കാരണം അതിനെപ്പറ്റി നമ്മൾ വ്യക്തമായിട്ട് അറിയണം. അപ്പോ ഈ ഒരു തെറാപ്പിയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം അയാളുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളും അല്ലെങ്കിൽ അയാളിൽ ഉണ്ടാവുന്ന വിശ്വാസങ്ങളിൽ കൂടിയാണ് ഒരു വ്യക്തിത്വം ഉണ്ടാവുന്നത് എന്നാണ് ഈ ഒരു തെറാപ്പിയിൽ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ആളുകളുടെ ജീവിതം ഒരു കഥ പോലെയാണ്. അയാൾ ലൈഫിൽ ഇത്രയും കാലം ജനിച്ചത് മുതൽ ഈ ഒരു ഇഷ്യൂസ് വരെ പ്രസന്റ്ലി മൈൻഡിൽ അയാൾ ഇരിക്കുന്ന ഇഷ്യൂസ് വരെ ആ ഒരു പ്രശ്നത്തെ നമ്മൾ ഒരു കഥ പോലെ അയാളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു തെറാപ്പിസ്റ്റിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്നുള്ളത്. അപ്പോ ഈ ഒരു തെറാപ്പിയിൽ പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഒരു ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ ജീവിത ശൈലികളാണ്, അവരുടെ പ്രയാസങ്ങളാണ്, അവർ ഇപ്പൊ നിലവിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് എന്നൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടുകൾ എവിടെ നിന്നാണ് വന്നിട്ടത്, അയാൾ എത്രത്തോളം അയാളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്
എന്നുള്ളത് എന്താണ് അയാളെ കൊണ്ട് ഒരു സ്റ്റോറി റൈറ്റിംഗ് പോലെ, ഒരു കഥ പറച്ചില് പോലെ, ഒരു പേജ് നമ്മൾ സാധാരണ ജേണൽ എഴുതാറില്ലേ, ജേണൽ എഴുതിനപ്പുറം ഇതൊരു ജേണലുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. സാധാ ജേണൽ എഴുതും പോലെ അല്ല ഈ ഒരു തെറാപ്പിയിൽ നമ്മൾ ജേണൽ എഴുതിക്കുക. അത് നമ്മൾ ലാസ്റ്റിലേക്ക് എങ്ങനെയാണ് ജേണൽ എഴുതിക്കുക എന്നുള്ളത് പറയാം. അപ്പോൾ ഈ ഒരു തെറാപ്പിയുടെ ഇൻഡിവിജ്വലായി ഇപ്പൊ നിലവിൽ വ്യക്തിത്വമായിട്ട് അവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങള്, ഞാനും ആ പ്രശ്നവും എത്രത്തോളം അകലച്ചയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അടുത്താണ്, ഞാൻ എന്നൊരു വ്യക്തി വേറെയാണ്, ആ പ്രശ്നം വേറെയാണ്, ആ പ്രശ്നം എന്നിലേക്ക് വന്നിട്ടുള്ളതാണ്, അല്ലാണ്ട് ഞാനായിട്ട് കൊണ്ടുവന്നതല്ല എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും അയാളെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു തെറാപ്പിസ്റ്റിന്റെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു ഉദ്ദേശിക്കുന്ന, അതായത് ഉപയോഗിക്കാൻ പറ്റുന്ന മേഖല ഡിപ്രഷൻ ആണ്. പിന്നെ ഓക്കെ, യെസ്. അപ്പോ നിലവില് നിങ്ങളുടെ മുമ്പിൽ ഒരാള് ഒരു പ്രശ്നമായിട്ട് വന്നു ചെയ്യുക, ഒരു ആങ്സൈറ്റി ഉള്ള ഒരാളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊരു യാത്രയിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു മുന്നിലുള്ള ഫ്യൂച്ചർ ലൈഫിലേക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല എന്നുള്ള പറയുന്ന ആള്, നമ്മൾ അവിടെ എന്താണ് അയാളുടെ പ്രശ്നങ്ങൾ പറയുന്നതിന് പകരം അയാളുടെ ലൈഫ് ഈ ഒരു പ്രശ്നങ്ങളിൽ എങ്ങനെ എത്തി, അയാളുടെ വ്യക്തിത്വം, ഈ ഒരു പ്രശ്നവും അയാളും തമ്മിൽ, പ്രശ്നം വേറെയാണ്, നിങ്ങൾ വേറെയാണ്, നിങ്ങളുടെ വ്യക്തിത്വം വേറെയാണ്. കാരണം നിങ്ങൾ എന്ന് പറയുന്ന, അതായത് ഷില മോഹൻ മാം എന്ന് പറയുന്ന ഒരാള് നിങ്ങൾ വേറെയാണ്, നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ആ വന്നിട്ടതിലേക്ക് ഈ ഒരു പ്രശ്നം പിന്നീടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ പിന്നീട് വന്ന പ്രശ്നത്തെ എന്താണ് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് നിങ്ങൾക്ക് തന്നെ എന്താണ് സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പിയുടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ. അപ്പൊ ഈ ഒരു തെറാപ്പി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡിപ്രഷനിൽ ഉപയോഗിക്കാം, ആങ്സൈറ്റിയിൽ ഉപയോഗിക്കാം, പിന്നെ അതേപോലെ ട്രോമ എന്തെങ്കിലും ട്രോമയായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ അബ്യൂസ് നടന്നിട്ടുള്ള അങ്ങനെ PTSD പോലെയുള്ള ട്രോമകളിലൊക്കെ നമുക്ക് ഈ ഒരു തെറാപ്പി ഉപയോഗിക്കാം. പിന്നെ എന്താണ് റിലേഷൻഷിപ്പ്, മെയിൻ ആയിട്ട് ഈ ഒരു തെറാപ്പിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആവുന്നത് ഫാമിലി ലൈഫിലാണ്. അതായത് ഒരു ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള പ്രയാസങ്ങളിലും അവർക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും ഒക്കെ എന്താണ് നമുക്ക് ഈ തെറാപ്പി നല്ല രീതിയിൽ എന്താണ് ഉപയോഗിച്ചു കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോ ഇതില് ഒരു ഫാമിലി കേസിൽ ഞാൻ പലപ്പോഴും അതിന്റെ ക്ലാസ്സുകൾ പറയാറുണ്ട്, ഫാമിലി റിലേഷൻഷിപ്പുമായി നിങ്ങളുടെ മുമ്പിൽ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ പല കേസുകളും കുറെ പ്രശ്നങ്ങളൊക്കെ നമ്മളോട് അവർ പറയും, എങ്കിൽ പോലും എന്താണ് നമുക്ക് ചിലപ്പോ ചില കേസുകൾ ചിലപ്പോ ഒരു പാർട്ട്ണർ ചിലപ്പോ ഈ മറ്റുള്ള ഒരു എന്താണ് ടോക്സിക് ആയ ലൈഫും അതേപോലെ തന്നെ NPD പോലുള്ള ആളുടെ കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളാവുമ്പോൾ ചിലപ്പോൾ പേഴ്സണൽ ആയിട്ട് എന്താണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്താണ് ഫാമിലി ഈ ഡൈവോഴ്സ് വരെ എത്തുന്ന കേസുകളൊക്കെ രണ്ടുപേരെ കേൾക്കുന്നതിന് പകരം ആരുടെ ഭാഗത്താണ് പ്രശ്നം എന്ന് കൂടുതൽ മനസ്സിലാക്കി നമ്മൾ എന്താണ് വ്യക്തിപരമായിട്ട് എന്താണ് പ്രശ്നങ്ങൾക്ക് പകരം എന്താണ് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അയാൾക്ക് കൗൺസിലിംഗ് കൊടുക്കുക. ഇത് പല ഫാമിലി കേസുകളും നമുക്ക് യൂസ് എന്താണ് വളരെ ഉപകാരപ്പെടാറുണ്ട്. കാരണം പ്രശ്നത്തിന് പകരം എന്താണ് അവർക്ക് അവയർനെസ് കൊടുത്ത് ഈ ഒരു പ്രശ്നം അവർ തൽക്കാലം മാറ്റിയിട്ട് അയാൾ എന്താണെന്ന്, അയാളെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് അവസാനം എന്താണ് ഈ ഒരു പ്രശ്നം എന്താണ് ഞാൻ എൻ്റെ സ്വഭാവം കൊണ്ട് വന്നിട്ടുള്ളതല്ല, അതെന്താണ് എൻ്റെ ചുറ്റുപാടുമായി പല സാഹചര്യങ്ങൾ കൊണ്ട് വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഈ ഒരു തെറാപ്പി മൂലം. ഓക്കെ. അപ്പോ ഈ പലതരത്തിൽ നമുക്ക് സാധാരണ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് അപ്പൊ അവരവരുടെ തലത്തിൽ ഒരുപാട് എന്താണ് കോർ ബിലീഫ്സുകൾ ഉണ്ടാകും. ഈ ഒരു ബിലീഫ് സിസ്റ്റമാണ് ചിലപ്പോൾ പല ആളുകളെയും പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോ ആ തൽക്കാലം ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് എന്താണ് കോർ ബിലീഫുകൾ എന്താണ് വിശ്വാസങ്ങൾ, ചിലപ്പോൾ മതപരമായിട്ടുള്ള ഓവർ ആയിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് തൽക്കാലം നമുക്ക് അതവരെ പിടിച്ചു മാറ്റാനൊന്നും പറ്റില്ല. അപ്പോ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ എന്താണ് അവരെ വിശ്വാസം സെപ്പറേറ്റ് ആയി കൊടുക്കുന്നു, അയാളെ സെപ്പറേറ്റ് ആയി കൊടുക്കുന്നു. അപ്പോ ഈ ഒരു കൗൺസിലിംഗ്, ഈ ഒരു തെറാപ്പി ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മൾ എന്താണ് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നോട്ട് സംതിങ് ദാറ്റ് എ പേഴ്സൺ എന്ന് പകരം പ്രശ്നത്തിനല്ല നമ്മൾ ഫോക്കസ് ചെയ്യുക, ആ വ്യക്തിയിൽ എന്താണ് ക്വാളിറ്റി ഉള്ളത്, ഏറ്റവും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയി പോസിറ്റീവ് ആയിട്ടുള്ള അയാൾക്ക് എന്താണുള്ളത് അത് മാത്രം എന്താണ് അയാളെ മനസ്സിലാക്കിയിട്ട് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. പ്രശ്നം നമ്മൾ നിങ്ങൾക്ക് എത്ര പ്രശ്നമുണ്ട്, നിങ്ങൾ ഇയാൾ കാരണമാണ് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ആങ്സൈറ്റി ഉള്ളത് കൊണ്ടാണ് അത് അങ്ങോട്ട് ചെയ്യാം. അതിന് പകരം അയാൾ എന്താണ് നല്ലൊരു ക്വാളിറ്റി, അയാൾ ഇത്ര കാലം ഏത് മേഖലയൊക്കെ സഞ്ചരിച്ചു, എങ്ങനെയൊക്കെ ജീവിച്ചു എന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കണം.
അതാണ് ഈ പ്രോബ്ലം ഈസ് ദ പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരിക്കലും എന്താണ് അയാളെ കോർ ബിലീഫിലേക്ക് എന്താണ് ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കടക്കാൻ പാടില്ല. വ്യക്തിപരമായിട്ട് അയാൾക്ക് എന്താണ് ഞാൻ എന്ന ഒരാൾ, നിസാബ് എന്ന് പറയുന്ന ഒരാളെ എനിക്ക് എങ്ങനെയാണ് എന്റെ ലൈഫ് ആഗ്രഹം, അത് അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എന്നെ ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് ചുറ്റുപാട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. തൽക്കാലം അതൊക്കെ അയാൾ തൽക്കാലം കുറച്ചൊരു ആശ്വാസത്തിന് വേണ്ടിയെങ്കിലും ആ പ്രശ്നങ്ങളെ മറക്കും, എന്താണ് സ്വന്തമായിട്ട് ചിന്തിച്ചു തുടങ്ങും. ആ പ്രശ്നത്തിൽ ഒന്ന് പരിഹരിക്കാനുള്ള ഒരു ഒരു കെൽപ്പ് എന്നൊക്കെ പറയാറില്ലേ, അതിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കോർ ബിലീഫ്സ്, കോർ പ്രിൻസിപ്പിൾസ് ഉണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ ഒരു 4 മെത്തേഡ് ഉപയോഗിച്ചാണ് ഈ ഒരു തെറാപ്പിയുടെ പ്രധാനമായിട്ടും പോകുന്നത്. ഒന്ന്, എക്സ്റ്റേണലൈസേഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ ഒരു ഭാഗമല്ല എന്നാണ് ഈ ഒരു തെറാപ്പിയിൽ. കാരണം അയാളെ പിന്നെ അയാളുമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഫാമിലി ലൈഫ്, ഭർത്താവും ഭാര്യ എന്നും അടിയാണ്. അപ്പോ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ടായിരിക്കും ഒരു പ്രശ്നം. അപ്പോ ഈ ഒരു കാരണം ഇല്ലെങ്കിൽ അവിടെ അടി ഉണ്ടാവില്ലല്ലോ, ഒരു കാരണം അവിടെ വേണം. അപ്പൊ അതിനു വേണ്ടുന്നതാണ് നമ്മൾ പ്രശ്നം കണ്ടാണ്, നിങ്ങൾ കാരണമല്ല ആ ഒരു പ്രശ്നം അവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തത് റീറൈറ്റിംഗ് സ്റ്റോറീസ്, അതായത് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് എന്താണ് പുതിയ കഥകൾ പോലെ, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഒരു കഥ പോലെ അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുക. അപ്പൊ ആ കഥ അവരിങ്ങനെ ലൈഫിൽ ഓരോ നടന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ എൻകറേജ് ചെയ്തു കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ, എന്നിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റേജ് വരെ നിലനിന്നു. ഇപ്പൊ ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു കേസിലേക്ക് പോവുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ജോലിക്ക് പോകണ്ട, ഞാൻ കട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോ ഈ ഒരു റീറൈറ്റിംഗ് സ്റ്റോറിയിലാണെങ്കിൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു, അത് അവർ എഴുതുന്ന സമയത്ത് മുമ്പ് ഈ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം 2 മാസത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത് സംഭവിച്ചത്, ഇതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളല്ലേ എന്നുള്ള രീതി, ഇങ്ങനെ ചെയ്തൂടെ ആയിരുന്നോ എന്നല്ല, നിങ്ങൾ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലേ എന്നുള്ള വാക്കാണ് നമ്മൾ അവിടേക്ക്. അപ്പൊ ഇല്ലേ എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചുകൂടി അവർക്ക് സ്വയം മോട്ടിവേറ്റ് ആവും ആള്. പിന്നെ ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങും തന്റെ പ്രശ്നങ്ങളിലേക്ക്, എന്തുകൊണ്ടാണ് തനിക്ക് ഈ പ്രശ്നം വന്നിട്ടുള്ളത്, എവിടെ നിന്നാണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈലൈറ്റ്, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള നമ്മളോട് പറയുന്നതിൽ അവരെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിച്ചു വെക്കുക. ആ സ്കില്ലിന് അവർക്ക് എന്തെങ്കിലും സ്കിൽ പരമായിട്ടുണ്ടെങ്കിൽ കാര്യം, എനിക്ക് കുട്ടികൾക്കൊക്കെ പഠനവുമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വളരെയധികം നമുക്ക് ശ്രദ്ധിച്ചാൽ പറ്റും. കുട്ടികൾ എന്തൊക്കെയാണ് പറയുന്നത് അത് മനസ്സിലാക്കി വളരെയധികം എൻകറേജ്മെന്റ് ചെയ്യുക, മോട്ടിവേഷൻ കൊടുക്കുക ആ സമയത്ത്, ആ പറയുന്ന സമയത്ത്. പിന്നെ 4-മത്തെ കൊളാബറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു തെറാപ്പിയിൽ തെറാപ്പിസ്റ്റും ക്ലയന്റും ഈക്വൽ ആണ്. രണ്ടുപേരും ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫ്രണ്ടിനോട് എങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനോട് എങ്ങനെ പറയുന്നു, ആ രീതിയിലായിരിക്കണം. അല്ലാണ്ട് ഞാനൊരു തെറാപ്പിസ്റ്റ് ആണ്, നിങ്ങളൊരു പേഷ്യന്റ് ആണ്, ഒരു ക്ലയന്റ് ആണ്, ആ രീതിയിൽ അവർ രണ്ടും ഈക്വൽ ആയിട്ട് ചിന്താഗതി വേണം. നല്ല രീതിയിൽ ഒരേപോലെ കൊളാബറേറ്റ് ചെയ്തു പോകണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ. ഓക്കെ. പിന്നെ ഇതിന്റെ ടെക്നിക്കുകളും ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് തന്നെയാണ് എക്സ്റ്റേണലൈസിങ് ദ പ്രോബ്ലം, അവരെ പ്രശ്നങ്ങൾ കറക്റ്റ് ഫോക്കസ് ചെയ്യാതെ അവരെ വ്യക്തിത്വത്തിലേക്ക് അവരെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ റീഓതറൈസിങ് എന്ന് പറയുന്നത് പുതിയ സാധ്യതകൾ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നാണ്. ലൈഫിലേക്ക് ചിലപ്പോ ഒരു ഡിപ്രഷനുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ തന്റെ ഈ ഒരു ഭർത്താവിന്റെ ഈ സ്വഭാവം കാരണം എനിക്കൊരു ജീവിതമല്ല, എനിക്കൊരു മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം എന്റെ സാധ്യതകളൊക്കെ അവിടെ തീർന്നു. കാരണം അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ പ്രോബ്ലം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് റീഓതറൈസ്, അവർക്ക് മുന്നോട്ട് എങ്ങനെ ജീവിക്കാൻ നമുക്ക് കാണിച്ചു കൊടുക്കണം. കാരണം നിലവിൽ നമുക്ക് കുറച്ചെന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോ ഈ സമയത്ത് ആ സാധ്യതകൾ നമുക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഫോളോ അപ്പ് നിങ്ങൾ കൊണ്ടുപോയിക്കൂടാ. കാരണം ഞാൻ പലപ്പോഴും കേസുകളിൽ ഈ ഒരു തെറാപ്പി നമ്മുടെ CBTയിലെ സോക്രാറ്റിക് ക്വസ്റ്റ്യൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആ ശൈലിയിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോ കോഴ്സിൽ പങ്കെടുത്തവർക്ക് അറിയാൻ കഴിയും എന്തുകൊണ്ട് ആ ഒരു ശൈലി ഇതിലേക്ക് വന്നത്. ഞാൻ പലപ്പോഴായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സോക്രാറ്റിക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ രീതിയിലായിരിക്കും നമുക്ക്
ചില സമയത്ത് എക്ലറ്റിക് അപ്രോച്ച് വേണ്ടി വരും, മറ്റൊരു സമയത്ത് എന്താണ് പിന്നെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള മറ്റ് കൾച്ചർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഏതാണ് സ്യൂട്ടബിൾ എന്നുള്ളത് നമ്മൾ തെറാപ്പിസ്റ്റ് എന്നതിൽ നമ്മളാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ റീ ഓതറൈസിങ് എന്ന് പറഞ്ഞാൽ നിലവിൽ അവരെ പുതിയ പുതിയ സാധ്യതകൾ നമുക്ക് പരിചയപ്പെടുത്തുക, പിന്നെ പിന്നെ അവർക്ക് മുന്നോട്ട് ഏതൊക്കെ രീതിയിലേക്ക് പോവാം എന്നുള്ളത്. പിന്നെ ഇതില് പ്രധാനമായും റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ക്ലയന്റിനെ സാമൂഹികമായിട്ടോ പിന്നെന്താണ് ചുറ്റുപാടുകൾ. അപ്പൊ നിലവിലൊരു പ്രശ്നവുമായിട്ട് വന്ന ക്ലയന്റ് അവർക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെ ഫാമിലി ലൈഫിലാണെങ്കിൽ ഈ ഒരു ഫാമിലിയിൽ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധത്തിലല്ലാണ്ട് അതായത് ചുറ്റുപാടിൽ ഇപ്പൊ അമ്മ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും, ഇയാളെ ഭർത്താവിന്റെ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വീട്ടുകാർ പ്രശ്നം ഉണ്ടാവും, കുടുംബക്കാർ പ്രശ്നം. ഈ രീതിയിൽ എന്താണ് ഏതൊക്കെ രീതിയിലാണ് ഇവ റീകൺസ്ട്രക്ട് ചെയ്യുന്നത്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അതിനെന്താണ് അതൊക്കെ തൽക്കാലം നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ ഒന്ന് നീക്കി കൊടുക്കാൻ ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് കഴിയും. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് സാമൂഹികമായി സോഷ്യലായിട്ട് എന്താണ് അവരെ പുതിയ പ്രതിബദ്ധതകളെ, അതായത് പുതിയ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ കഴിയണം. കാരണം ഫാമിലിയിൽ എങ്ങനെ ഇടപെടണം, ചിലപ്പോൾ നിങ്ങൾ മോശമായിട്ട് എന്തോ പറഞ്ഞത് കൊണ്ടായിരിക്കാം അവിടെ പ്രശ്നം ഉണ്ടായത്, എന്തുകൊണ്ടാണ് ആ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ വീട്ടിലെ മറ്റുള്ള പ്രശ്നങ്ങൾ പറഞ്ഞത് കൊണ്ടായി അന്ന് റെസ്പോൺസ് ചെയ്തതായിരിക്കാം. എങ്കിൽ പോലും എന്താണ് ആ സമയത്ത് എന്താണ് ഈ ഒരു പ്രശ്നം നിങ്ങളെന്ന വ്യക്തി അവിടെ മോശക്കാരനല്ല, അവിടെ അയാൾ നിങ്ങൾ അത് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു റെസ്പോൺസ് അവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു പ്രശ്നം എന്താണ് ചുരുക്കി പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെന്ന് അറിയില്ല, ഈ ഒരു തെറാപ്പി പ്രശ്നം എന്താണെന്നുള്ളത് എവിടെ നിന്നാ വന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഇയാളെ കൊണ്ട് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടല്ല എന്നുള്ളതും രണ്ടായിട്ട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ക്ലയന്റിന്. ഓക്കെ, ഇതില് പ്രധാനമായിട്ടും പിന്നെ ഇതിന്റെ ടൂൾസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ പ്രധാനമായിട്ട് ജേർണലിംഗ് തന്നെയാണ്. അപ്പോ ജേർണൽ എഴുതുന്ന സമയത്ത് പ്രധാനമായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ജേർണൽ സാധാരണ നമ്മളെ തോട്ടുകൾ എഴുതുകയാണ് പ്രധാനമായിട്ട് CBT മറ്റുള്ള സാധാരണ ക്ലയന്റിന് ഉപയോഗിക്കും. ഇവിടെ എന്താണെന്നറിയോ, സ്വന്തമായിട്ട് കത്ത് എഴുതുക. അതായത് ഇന്റെ പ്രശ്നം ഇതാണ്, എന്റെ പേര് നിസാവ്, എനിക്ക് ഇതൊക്കെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് ഒരു 1.5 പേജോ 2 പേജോ പറഞ്ഞിട്ട് കത്ത് അങ്ങോട്ട് എഴുതുക. ഇതുവരെ എന്റെ ലൈഫിൽ എന്തൊക്കെ നടന്നത് കാര്യങ്ങൾ വെച്ചിട്ട് കത്ത് എഴുതുക. അതൊരു ജേർണലാണ്. പിന്നെ അതേപോലെ തന്നെയാണ് അവരെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട്, അവർക്ക് എന്തൊക്കെയാണ് ലൈഫിൽ എന്താണുള്ളത്, അവർക്ക് എന്തൊക്കെ എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത് അവരെ കൊണ്ട് എന്തൊക്കെ ഒരു കത്ത് പോലെ ലോങ് റൈറ്റിംഗ് എന്ന പോലെ എഴുതിക്കുക. കാരണം എന്താണ് അത് എഴുതിക്കുന്ന സമയത്ത് എന്താണ് അവരെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ തിരിച്ചറിയാം. ഈ ഒരു കത്ത് എഴുതി പോസ്റ്റ് ചെയ്യാനല്ല, അവരെ കൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വായിപ്പിക്കും. കാരണം കുറഞ്ഞതല്ല എഴുതിയിട്ടുണ്ടാവുക, കുറെ പേജുകൾ ഉണ്ടാവും, ഒരു ബുക്ക് നിറച്ച് എഴുതിയ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോ ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ഒരു കേസിൽ, ഫാമിലി കേസിൽ ആള് മൊബൈലിൽ ടൈപ്പ് ചെയ്തതാണ്, വായിച്ചാൽ ചിലപ്പോൾ ഒരാഴ്ച തീരാനുണ്ടാവും. അപ്പൊ ഞാൻ ആ വായിച്ച് തീർന്നിട്ടില്ല, അയാൾ ഒരു തെറാപ്പി ഉപയോഗിച്ചത് കൊണ്ട് ഒരു പെൺകുട്ടിക്ക് കൊടുത്തതാണ്. അപ്പോ ഇങ്ങനത്തെ കേസുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് അതിലേക്ക് ഇറങ്ങി പുറപ്പെടണം. നല്ല മൈന്യൂട്ടായിട്ട് കുറച്ച് ചെറിയ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയണം, എവിടെയാണ് ഈ ഒരു പ്രശ്നം കിടക്കുന്നത്. കാരണം ചെറിയ അറ്റ്ലീസ്റ്റ് എന്താണ് ബർത്ത്ഡേക്ക് വിഷ് ചെയ്തിട്ടില്ല, പിന്നെ രാത്രി വൈകിയപ്പോ എന്നെ അന്ന് 5 മിനിറ്റ് നേരം വൈകി, ഞാൻ അവിടെ കിടക്കുകയായിരുന്നു, ഭർത്താവ് നേരെ അമ്മ ചോറ് വിളമ്പി കൊടുത്തു, എന്നെ വിളിച്ചില്ല, എന്താ ഞാൻ അവിടെ പന പോലെ കിടക്കുന്നില്ലേ, ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളായിരിക്കും ഇതിൽ ഉണ്ടാവുക. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഏതൊരു പ്രശ്നമാണ് നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ ആ രീതിയിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എവിടെ നിന്നാണ് വരുന്നത്. കാരണം ഇതിന് പറ്റിയതാണ് ജേർണൽ എഴുതുക എന്നുള്ളത്, അവരെ കൊണ്ട് എഴുതിപ്പിക്കുക, പ്രത്യേകിച്ച് ഫാമിലി റിലേഷൻഷിപ്പ് ഒരു കേസിലൊക്കെ. പിന്നെ രണ്ടാമത് ഈ ഒരു തെറാപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ട്രീ ഓഫ് ലൈഫ് എക്സസൈസ് എന്നുള്ളതാണ്. അതായത് ഒരു മരത്തെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മൾ ആ ക്ലയന്റിന് മുമ്പിൽ ഒരു മരം വരയ്ക്കുന്നു, ആ മരത്തിന്റെ രൂപത്തിൽ അയാളുടെ വ്യക്തിത്വം അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതെങ്ങനെയാ മനസ്സിലാക്കി കൊടുക്കുക എന്ന് വെച്ചാൽ ആദ്യം മരത്തിന്റെ വേര് മുതൽ തുടങ്ങുക. അപ്പോ ഏറ്റവും അടിയിൽ മരത്തിന്റെ വേരുകളാണ്, റൂട്ടാണല്ലോ. അപ്പൊ ആ റൂട്ട് സമയത്ത് അവിടെ എന്താണ് ക്ലയന്റിനെ കൊണ്ട് എഴുതിപ്പിക്കേണ്ടത്, കുടുംബത്തിന്റെ പാശ്ചാത്തലം. അയാൾ എവിടുന്ന് സാധാരണ MSc റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുടുംബത്തിന്റെ പാശ്ചാത്തലം, എത്രയാണ് വയസ്സ്, എവിടുന്ന് വരുന്നു, ഏത് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കുടുംബത്തിലൊക്കെ ആരൊക്കെ ഉണ്ട്, പിന്നെ എന്താണ് ജോലി ചെയ്യുന്നത്, അതൊക്കെ എന്നുള്ള അയാളുമായിട്ട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ അതിൽ എഴുതുന്നു. ഇനിയിപ്പോ ട്രങ്ക് എന്ന് പറയുന്നത് എന്താ, തടി. അതായത് പേരിന്റെ മുകളിൽ നല്ല പന പോലെ തടിച്ചൊരു ഏരിയ ഉണ്ടാവില്ല, മരം. നിങ്ങളെല്ലാവരും ഇമാജിൻ ചെയ്യുക ഒരു മരം ഇട്ടോ. അപ്പൊ അതിന്റെ തടി ഭാഗത്തേക്ക് പോകുന്ന സമയത്ത്
അയാളുടെ കഴിവുകൾ, അയാൾ സ്കില്ല്, പേഴ്സണാലിറ്റി എന്നുള്ള രീതി, അയാൾക്ക് ഇപ്പൊ നിലവിൽ ഏതൊക്കെ രീതി ജോലി ചെയ്യുന്നുണ്ട്, എന്തൊക്കെ സ്കില്ലുണ്ട്, അയാളെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ എന്താണ് ആ തടിയുടെ നേരെ എന്താണ് അയാളെ കൊണ്ട് എഴുതിപ്പിക്കും. പിന്നെ ഇതൊക്കെ എന്താണ് ആ സമയത്ത് തന്നെ അതിന്റെ കൂടെ വേണമെങ്കിൽ പല സമയത്ത് എന്താണ് പേഴ്സണാലിറ്റിയിൽ എഴുതുന്ന സമയത്ത് അയാളുടെ സങ്കീർണമായിട്ട് പ്രശ്നങ്ങളെ കുറിച്ചും അവിടെ എഴുതാൻ പറയണം. എന്നാൽ മാത്രം അതിന്റെ ഒരു പ്രോസസ്സിങ്ങിലേക്ക് നമ്മൾ പോകും. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു കൊമ്പുകൾ, അതായത് അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുമ്പോൾ കൊമ്പുകളാണല്ലോ. ആ കൊമ്പുകൾ എഴുതുന്ന സമയത്ത് പിന്നെ അയാളുടെ ഡ്രീംസ് ആണ്, എന്തൊക്കെ സ്വപ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത്. അതായത് ഒരു വേര് കഴിഞ്ഞു, അയാളെ പറ്റി സെൽഫായിട്ട് കാര്യങ്ങൾ എഴുതി. ഇപ്പൊ തടിയിലേക്ക് പോയപ്പോ എന്താണ് അയാളെ പേഴ്സണാലിറ്റിയും പ്രശ്നങ്ങളും ഒക്കെ എഴുതി. ഇനിയിപ്പോ കൊമ്പിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് അയാളുടെ ഫ്യൂച്ചർ, എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്, എന്തൊക്കെ ഡ്രീംസുകളാണ് നിങ്ങളെ ഇതിലുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ അത് മുന്നോട്ട് ഇങ്ങനെ വരച്ച് അയാളെ കൊണ്ട് മേലോട്ട് എഴുതിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ അടുത്തത് ലീവ്സ്, ഇലകൾ, അവിടെ എന്തായിരിക്കും എഴുതുക? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? സൊല്യൂഷൻസ്. അല്ല, ഒന്നുകൂടി ചിന്തിച്ചാൽ കിട്ടും. ഫാമിലി ആണോ സാറേ? പ്രോബ്ലംസ്. അച്ചീവ്മെന്റ്സ് ആണോ സർ? അല്ല, ഫാമിലി ആരാ പറഞ്ഞിട്ടുള്ളത്? ഫാമിലി ഞാനോ? യെസ്, യെസ്, കുറച്ച് റിലേറ്റഡ് ആണ് എങ്കിൽ പ്രോബ്ലം. പ്രോബ്ലം നമ്മൾ ഓൾറെഡി അടിയിൽ എഴുതി, ആ തടിയുടെ കൂടെ പേഴ്സണാലിറ്റിയുടെ കൂടെ എഴുതി. അപ്പോ ഫാമിലി നീഡ്സ്. ഇപ്പൊ ഈ ഡ്രീം കഴിഞ്ഞു, നമ്മൾ പിന്നെ കൊമ്പിൽ എഴുതി. ഇനിയിപ്പോ നമ്മൾ ഇലകളിലേക്കാണ്, ലീവ്സിലേക്കാണ്. ലീവ്സിൽ പറഞ്ഞാൽ ഫാമിലി റിലേറ്റഡ് ആണ്. അയാളുടെ ലൈഫിൽ ഇതുവരെ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, ആരൊക്കെ എന്തൊക്കെ സഹായം അയാൾക്ക് കൊടുത്തിരുന്നു, എന്തൊക്കെ സപ്പോർട്ട് അയാൾക്ക് കൊടുത്തിരുന്നു എന്നുള്ളത് അപ്പൊ പാരന്റ് എഴുതാം, കൂട്ടുകാരെഴുതാം, വൈഫ് എഴുതാം, ഹസ്ബൻഡ് എഴുതാം എന്നുള്ള രീതിയിലേക്ക് അവിടെ എഴുതണം. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് ആ മരത്തിലുണ്ടാവുന്ന ഫ്രൂട്ട്സ്, ഫലങ്ങൾ. എന്ത് ഫലമാണ് നമുക്ക് അവിടെ എഴുതുക? അയാൾ ലൈഫിൽ അയാൾ ജീവിതത്തിൽ ഇതുവരെ നേടിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് അയാൾ എഴുതാൻ പറയും. അപ്പോ അവിടെ വെച്ചപ്പോ അയാൾ ജോലിയിലെ വിജയങ്ങൾ ഉണ്ടാവാം, പഠിച്ച കോഴ്സുകളെ കുറിച്ച് എഴുതാം, പിന്നെ ജോലിയിൽ നേടിയ നേട്ടങ്ങളെ കുറിച്ച് എഴുതാം, അല്ല എത്രത്തോളം ഫ്രണ്ട്ഷിപ്പിലേക്ക് ആള് ഇപ്പൊ നല്ലൊരു പാർട്ട്ണറെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. പിന്നെ എത്രത്തോളം പ്രോത്സാഹനം കിട്ടി പല മേഖലയിലും എന്നുള്ള രീതിയിൽ എന്താണ് അയാൾക്ക് ലൈഫിൽ എന്താണ് റിസൾട്ട് ആയിട്ട് കിട്ടിയിട്ടെന്ന്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണ്? പ്രശ്നം നമ്മൾ അടിയിൽ എഴുതി, പക്ഷെ ആ പ്രശ്നം മറക്കുന്ന രീതിയിലാണ് ബാക്കി ആ വേര് മുതൽ എന്താണ് തടി വരെ എന്താണ് സ്റ്റോപ്പ് ചെയ്തു. എന്താണ് കൊമ്പുകളിലേക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞ് 3 സ്റ്റേജും എന്താണ് അയാളെ തന്നെ ഈ ഒരു പ്രശ്നവുമായിട്ട് യാതൊരു ചിന്തയുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിങ് പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഒരു മരം വരച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രീ അയാളെ ഇത് ഇമാജിൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ക്ലയന്റിനെ കൊണ്ട്, അല്ലെങ്കിൽ മരം നിങ്ങൾ വരച്ച് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അയാൾ പറയും നിങ്ങൾ ഓരോ സ്റ്റേജിലും നമ്മൾ എന്തൊക്കെയാണ് ഇത്. കാരണം വേര് മുതൽ അയാളുടെ ജനനം മുതൽ അയാൾക്ക് എന്താണ് തടി വരെ എന്ത് സംഭവിച്ചു, ആ തടിക്ക് ജനനം മുതൽ ചൈൽഡ്ഹുഡിൽ എന്തൊക്കെ അനുഭവിച്ചു എന്നൊക്കെ അയാൾക്ക് പറയാനുണ്ടാവും. അതിനുശേഷം അയാൾ ഇപ്പം നിലവിൽ ആരംഭിക്കുന്ന ആ ഒരു പേഴ്സണാലിറ്റി, അതായത് തടിയിൽ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വം എന്താണ് അയാൾ എഴുതിയത്. അതിനുശേഷം എന്താണ് അയാള് ഡ്രീംസ്, എന്തൊക്കെയാണ് കൊമ്പുകളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ഡ്രീംസ് ആണ് അയാൾക്കുള്ളത്. അതിനുശേഷം എന്താണ് നമ്മൾ ഇലകളിലേക്ക് പോകുമ്പോൾ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളെ സഹായിച്ചിട്ടുള്ള ആരെങ്കിലും ലൈഫിൽ ഉണ്ടായിരുന്നു, ആരൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇത്രയും കാലം. അതിനുശേഷം എന്താണ് നിങ്ങൾ ഇതുവരെ നേടിയെടുത്ത നേട്ടങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് എഴുതാൻ പറ്റൂ എന്നുള്ളതാണ് ഈ ഒരു ട്രീ ഒരു പ്രോസസ്സിംഗ് എക്സസൈസ് എന്ന് കൊടുക്കുന്നത്. ഈ ഒരു 4 കാര്യത്തിൽ ഒരു ട്രീ കൊടുത്താൽ തന്നെ എന്താണ് ആ ക്ലയന്റ് ഏകദേശം ഒറ്റ സെഷനോട് തന്നെ നമ്മൾ കുറച്ച് സമയം എടുക്കേണ്ടി വരും ആളെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇതിന്റെ പ്രോസസ്സ് കുറച്ച് സാധാരണ 1 മണിക്കൂർ സെഷൻ ആണെങ്കിൽ 2-2.5 മണിക്കൂർ ഒരു ട്രീയുമായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ സെഷനോട് തന്നെ ആള് ഓക്കെ ആവും. കാരണം അയാൾ എന്താണെന്നും അയാളെ പ്രശ്നങ്ങളും കൊണ്ട് ഒരു മരം കൊണ്ട് നമുക്ക് വരച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഫ്യൂച്ചർ ലൈഫിൽ ആ മരത്തെ കുറിച്ച് അയാൾ ഒരിക്കലും മറക്കില്ല. അയാളെ പ്രശ്നം ഇതുപോലൊരു പ്രശ്നം വീണ്ടും വന്നു കഴിഞ്ഞാൽ എന്താണ് അയാളെ ഏത് സിറ്റുവേഷൻ അയാൾക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും. പിന്നെ 3-മത്തെ ലെറ്റർ റൈറ്റിംഗ് ആണ്. ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ട് അയാളെ പ്രശ്നത്തെ കുറിച്ച് അയാൾക്ക് തന്നെ ഒരു കത്ത് എഴുതുക,
ആ കത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താൻ അയാൾ ഇതുവരെ പറഞ്ഞ ഈ നമ്മൾ മരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ എഴുതണം അതിൽ. പിന്നെ ഒരു ക്രിയേറ്റീവ് ആർട്സ് എന്ന് പറയുന്നത് എന്താണ്? അയാൾ നിലവിലുള്ള കാര്യങ്ങൾ, അതായത് കോൺഫിഡൻസ് ലെവൽ, ഏതൊക്കെ കാര്യത്തിൽ അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, പിന്നെ അതേപോലെ റിലേഷൻഷിപ്പുമായിട്ട് എത്രത്തോളം അയാൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് റിലേഷൻഷിപ്പ് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഇത് ക്രിയേറ്റീവ് ആർട്സ് എന്ന് പറയുന്നത് ഷോർട്ടായിട്ട് എഴുതിയതാണ്. നമ്മളൊരു പുതിയ സ്കില്ല് പഠിപ്പിക്കുകയല്ല, നമ്മളൊരു കൗൺസിലിംഗിന്റെ പ്രോസസ്സിങ്ങിൽ ചില അയാളുമായിട്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. പിന്നെ ഇതിൽ പ്രധാനമായി ക്രിയേറ്റീവ് ആർട്സ് സന്തോഷ്, ഹാപ്പിനെസ് അതിൽ ഉൾപ്പെടുന്നു. ഏതൊക്കെ നിമിഷത്തിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരുന്നത്? ഫാമിലി റിലേഷൻഷിപ്പ് കേസിലെ കപ്പിൾ തെറാപ്പിയിലൊക്കെ നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഏതൊക്കെ നിമിഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട്? അത് ഒരു ഡ്രോയിങ് ആയിട്ട് വരക്കാം, അല്ലെങ്കിൽ എഴുതാം എന്നുള്ള രീതിയിലാവണം. പിന്നെ ഈ അതിന്റെ കൂടെ തന്നെ ഇമോഷണൽ ഗ്രോത്ത്, വൈകാരികമായിട്ടുണ്ടാവുന്ന ഒരു വളർച്ച. ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്തോ അതിന്റെ മുമ്പോ നിങ്ങൾ വൈകാരികമായി കൂടുതൽ പ്രശ്നങ്ങൾക്ക് പോകുന്നുണ്ടോ, എന്തെങ്കിലും ഈ ബുദ്ധിമുട്ട് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവരെ സഹായിക്കുന്ന ഒരു ടൂൾസ് ആൻഡ് എക്സസൈസ് ആണ് ഒരു നാല് പിന്നെ ടൂൾസ്. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു തെറാപ്പിയിൽ. ഇതാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ്, കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു ഫോളോ അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കേസ് സക്സസ് ആവും. പിന്നെ ഇതിന്റെ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. അതായത് ലിമിറ്റേഷൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ക്ലയന്റുമായിട്ട് കൂടുതലായിട്ട് എൻഗേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ചോദിക്കാൻ പാടില്ല. ഒരു പ്രശ്നം അവർ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്, ആ പ്രശ്നം ഇന്ന ആളാണോ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് അവിടെ നിന്നാണ് വന്നത്, അതല്ല, അവർ പറയാണ് അങ്ങനെ പറഞ്ഞൊരു ഫ്ലോയിൽ അങ്ങനെ ഒരു കഥ പോലെ അങ്ങനെ പറയാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ പറയുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ചിലപ്പോൾ ചില സാഹചര്യം നമ്മൾ അവര് കഥ ഇങ്ങനെ സ്റ്റോറി ഇങ്ങനെ പറയുന്നത് നമുക്ക് ചില ഇടപെടലുകൾ വേണ്ടി വരും. എങ്കിൽ പോലും എന്താണ്, കൂടുതലായിട്ട് അവർക്ക് എൻഗേജ്മെന്റ് അവർക്ക് തന്നെ കൊടുക്കുക, നമ്മൾ ഒന്ന് ജസ്റ്റ് സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ആ സമയത്ത് അതേപോലെ തന്നെ അതായത് സ്വന്തമായിട്ട് സെൽഫ് എസ്റ്റീം ഉള്ള ഒരു കുറഞ്ഞ ഒരാളാണെങ്കിൽ അത് എത്രത്തോളം അവര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, സ്വന്തത്തോട് എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്, അത് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് അത് അറിയാം. ഇതൊരു ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്നാണ് സാധാരണ സൈക്കോളജി പഠിക്കുന്നവരൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ആ ടേം ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഇമോഷൻസ് മനസ്സിലാകാൻ ആത്മപരിശോധന എന്നുള്ളതാണ്, അവരെ സ്വന്തത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പ്രക്രിയ നടക്കുന്നപ്പോ അയാൾക്ക് എന്താണ്, തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ അയാൾക്ക് ഒരു സ്കില്ല് എന്ന് പറയുമ്പോൾ അവര് ചിലപ്പോൾ നമ്മൾ കുറെ സ്കില്ലുകളൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്താണ് സ്കില്ല് ഉള്ളത്, സാധാരണ മറ്റുള്ള തെറാപ്പികൾ അനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ ഇതൊരു അവിടെ ആവശ്യമില്ല. ഈ ഒരു തെറാപ്പി ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് സ്കില്ല് ഉള്ളത് അത് ജസ്റ്റ് ഒന്ന് ബിൽഡപ്പ് ചെയ്ത് അവരെ കുറച്ച് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഒരു തെറാപ്പി വർക്ക് ചെയ്യുന്ന വെച്ചാൽ നല്ല ഒരു തെറാപ്പിസ്റ്റ് എന്ന നല്ലൊരു ലിസണർ ആവുക, ക്ലയന്റിന്റെ സ്റ്റോറി പൂർണ്ണമായിട്ടും എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാരണം അയാൾ പറഞ്ഞ കഥകൾ, അയാളെ പ്രശ്നങ്ങൾ പറയുമ്പോൾ സമയത്ത് നമ്മൾ എന്താണ് പൂർണ്ണമായും അയാളെ കേൾക്കാനും അത് മനസ്സിലാവാൻ നമുക്കൊരു മെന്റാലിറ്റി വേണം. അല്ലാണ്ട് നമ്മൾ മറ്റുള്ള ചിന്തകളിലൊക്കെ ആയി പോകുമ്പോൾ അത് ക്ലയന്റിന് ബുദ്ധിമുട്ടാകും, ആ സ്റ്റോറിക്ക് എന്താണ് ആ കണ്ടിന്യൂറ്റി കിട്ടില്ല, ചിലപ്പോൾ അടുത്ത സെഷനിലൊക്കെ പോകേണ്ടി വരും. അപ്പോ ഈ ഒരു സമയത്ത് അവര് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവര് ഡൊമിനന്റ് നെറേറ്റീവ്സ് എന്ന് പറയുന്നത് അവരെ ആത്മപരിശോധനയാണ്. ഇടയ്ക്കൊക്കെ എന്താണ് അവരെ ആത്മപരിശോധന നടത്തണം. എന്തെങ്കിലും വൈകാരികമായിട്ട് ഈ പറയുന്നിടക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതിന്റെ സ്റ്റെക്ക് വരാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പോലെ അവരെ ബലഹീനത, നേരത്തെ പറഞ്ഞ പോലെ അവര് ചുറ്റുപാടുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഫാമിലി ലൈഫിൽ ആരൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അത് നെഗറ്റീവായി അത്രത്തോളം അവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. റീ ഓതറിങ് എന്ന് പറയുന്നത് അവരെ കഥകൾ സ്റ്റോറി പോലെ എഴുതുക. കാരണം ഈ ഒരു ആദ്യത്തെ 3 സ്റ്റെപ്പും നടന്നിട്ടില്ലെങ്കിൽ ഒന്നും പറയുന്ന ഒരു ക്ലയന്റ് ആണ്, എങ്ങനെ തുടങ്ങണം എന്ന് അറിയില്ല. അപ്പൊ എന്താണ്, ജസ്റ്റ് നമ്മൾ അവരെ മുമ്പിൽ നിങ്ങളൊരു കഥ പോലെ എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പേപ്പറും പെന്നും കൊടുക്കുന്നു, അത് അവരെ കൊണ്ട് എഴുതിക്കുക. അവരെ സ്റ്റെപ്പ് തുടങ്ങാൻ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എങ്ങനെ എഴുതും എന്നുള്ളത്. അപ്പൊ
ആദ്യം എന്താണ് നിങ്ങളെ കറക്റ്റ് മൊമെന്റിൽ നിങ്ങളെ മൈൻഡിൽ കൂടെ എന്താണ് കടന്നു പോകുന്നത് അത് വെച്ചിട്ട് എഴുതിക്കോളാൻ പറയാം. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി അവർക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് നമുക്ക് ചില റിലാക്സേഷൻ മെത്തേഡുകൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. ചിലപ്പോൾ ചില ആളുകൾക്ക് ആങ്സൈറ്റി കൂടുന്നത് കൊണ്ട് ചിലപ്പോൾ മറ്റു പല മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് എന്താണ് നമ്മൾ എന്താണ് റിലാക്സേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ എന്താണ് അത് മറ്റ് ബുദ്ധിമുട്ടൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ പ്രധാനമായിട്ട് നരേറ്റീവ് തെറാപ്പി കൊടുക്കുന്ന സമയത്ത് എന്താണ് മുമ്പ് ഏതെങ്കിലും കൗൺസിലർ അടുത്ത് പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. പിന്നെ എന്തെങ്കിലും കറക്റ്റ്ലി എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ എന്ന് അറിയണം. അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ്. കാരണം ഈ ഒരു തെറാപ്പി നമ്മൾ കേൾക്കുമ്പോൾ സിമ്പിൾ ആണ്. കാരണം ഒരാളുടെ ഒരു കഥ ജീവിച്ചത് മുതൽ ഇത് ഈ നിമിഷം വരെയുള്ള ഒരു സ്റ്റോറി പറയുമ്പോൾ അയാൾക്ക് പല മേഖലയിലുള്ള ചിന്തകൾ കടന്നു പോകും. അപ്പൊ എന്താണ് അത് ഫിസിക്കലി ആയി ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു തെറാപ്പി ഉപയോഗിക്കുന്ന സമയത്ത് ഡീറ്റെയിൽസ് ആയിട്ട് ഫുള്ള് കാര്യങ്ങൾ നമ്മൾ അറിയണം. മെഡിക്കൽ കണ്ടീഷൻ അറിയണം, മെന്റൽ കണ്ടീഷൻ, കറന്റ്ലി മെന്റൽ സ്റ്റാറ്റസ് അറിയണം. നമ്മളെ മുമ്പിൽ വരുന്ന സമയം അവരുടെ മാനസികാവസ്ഥ എന്താണ്, അതിനനുസരിച്ച് നമ്മൾ ടെക്നിക്കൽ ഉപയോഗിക്കും, റിലാക്സേഷൻ കൊടുക്കണം. അതിനുശേഷം മാത്രമാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ പോവാം. പിന്നെ അതേപോലെ തന്നെ സാറേ അപ്പൊ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നമ്മൾ നടത്തണോ? ഡീറ്റെയിൽഡ് വേണ്ടല്ലോ. മെന്റൽ അത് വേണ്ട. മെന്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ MSc പൂർണ്ണമായി റിപ്പോർട്ട് ഉണ്ടാകും. പക്ഷെ മെന്റൽ സ്റ്റാറ്റസിന് നമ്മളെ മുമ്പിലിരിക്കുന്ന ക്ലയന്റ് വരുന്ന സമയത്ത്, നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ കറക്റ്റ് മാനസികാവസ്ഥ എന്താണ്. നമ്മൾ ചിലപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കുമ്പോൾ ആള് വളരെ ടെൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ഡിപ്രസീവ് ആണ്. എന്താണ് നമുക്ക് തോന്നുന്നത് അത് നമുക്ക് മനസ്സിലാക്കണം. അല്ലാണ്ട് MSc റിപ്പോർട്ട് ചെയ്യുന്ന പൂർണ്ണ രൂപം ഇതാണ്, അയാളുടെ ഡീറ്റെയിൽസ് മൊത്തം വരും. അതേ സമയത്ത് ഒരു മെന്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്, ഞാനിപ്പോ നിങ്ങളെ മുമ്പിൽ ഇരിക്കുകയാണ്, എന്റെ കറക്റ്റ് മെന്റൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റും എന്താണ്? അപ്പോ അതേപോലെ നിങ്ങളെ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ നിങ്ങൾ പലരും വീഡിയോ കാണുമ്പോൾ ഇരിക്കുമ്പോൾ ഫേസ് ചിലപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലാവും. അതേപോലെ നിങ്ങൾക്ക് മനസ്സിലാവും, എന്റെ ഫേസിൽ കണ്ടാൽ ചിലപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ കറന്റ് മെന്റൽ സ്റ്റാറ്റസ്. അപ്പൊ അതേപോലെ എന്താണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ക്ലയന്റിനെ അത് കറക്റ്റ് ആയിട്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പിന്നെ അതേപോലെ തന്നെയാണ് ഇതിന്റെ ബെനിഫിറ്റുകൾ ഒന്നുകൂടി പറയാം. ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു തെറാപ്പി മൂലം ഉണ്ടാവുന്ന അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് സ്വന്തമായിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള എംപവർ കൊടുക്കുക എന്നുള്ളതാണ്, ശക്തി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവരെ സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത്, സ്വന്തമായിട്ട് എങ്ങനെ മുന്നോട്ട് പറക്കണം, അല്ലെങ്കിൽ എന്താണ് ഈ വൈകാരികമായിട്ട് ഏതൊക്കെ മേഖലയിൽ കൂടെ എന്താണ് ഏത് സമയത്തും എനിക്ക് എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കണം എന്നുള്ളതിനൊക്കെ എന്താണ് അതെങ്ങനെയാ കൊടുക്കുക. അതായത് അവര് പറയുന്ന കഥകളിലൂടെ ചിലപ്പോൾ വൈകാരികമായിട്ട് പറയുന്ന സമയത്ത് കരച്ചിലാണ് വരുന്നത്, അവിടെ കരയാനാണ് ഒരു സിറ്റുവേഷൻ എങ്കിൽ അവരെ കൊണ്ട് അവിടെ കരയിപ്പിക്കണം. ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കഥയിലൂടെയാണ് പോകുന്നതെങ്കിൽ അവരുടെ ഹാപ്പിനെസ് ആയി ഒന്ന് ചിരിക്കാൻ പറയണം. അതാണ് നമ്മൾ പറയുന്നത് പൂർണ്ണമായിട്ടും അവരുടെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് പ്രതീക്ഷകൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, സാധ്യതകൾ. അതായത് ഈ ഒരു പ്രത്യേകിച്ച് ഡിപ്രസീവ് ആയിട്ടുള്ള കേസ്, എനിക്കൊരു ചാൻസും ഇല്ല, എനിക്കൊരു മുന്നോട്ടൊരു പോകാനൊരു സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു ക്ലയന്റിന്റെ മുമ്പിൽ എന്താണ് നമ്മൾ ഈ കേട്ട കഥകളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഇങ്ങ് തോണ്ടിയെടുത്തിട്ട് അവർക്ക് മുമ്പിലേക്കിട്ടുക. ഇവിടെ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് പോയാൽ ഹോപ്പില്ലേ, ഇതിന് നിങ്ങൾ സാധ്യതകൾ നിങ്ങളെ മുമ്പിൽ തുറന്നിരിക്കുകയല്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കൂടെ പോയിക്കൂടെ എന്നുള്ളതല്ല, പോയിക്കൂടാ എന്നുള്ള ആ ചോദ്യം നമ്മൾ, അതായത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവിടെയും കൂടെ അതുകൂടി ആവുമ്പോൾ എന്താണ് ആ സെഷൻ എന്താണ് വളരെ രീതിയാണ്. പിന്നെ എന്താണ് അവരെ വീക്ക്നെസ്സുകൾ, അതായത് എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള കൂടുതലുള്ളത്, അതായത് മോശമായിട്ടുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ക്ലയന്റിനെ എന്താണ് അത് നമ്മൾ സ്ട്രെങ്ത് ആയിട്ട് കണക്കാക്കാൻ പാടില്ല. കാരണം സാധാരണ കൗൺസിലിംഗ് പോലെ അവർക്ക് എന്താണ് നെഗറ്റീവ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, മോശമായിട്ടുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ് തോട്ട് റെക്കോർഡ് പോലെയുള്ള ജേണൽ പോലെയുള്ള കാര്യങ്ങൾ അത് അവരെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് ഈ ഒരു ചിന്താഗതി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന്, ഇത് നമ്മൾ എന്താണ് കൂടുതലായിട്ട് അടുത്ത സെഷനിലേക്ക് കൊടുക്കുന്നതിന് പകരം ഒറ്റ സെഷനിൽ തന്നെ 1-2 മണിക്കൂർ ഓരോ ചോദ്യങ്ങളും അവരെ കൊണ്ട് ആൻസർ ചെയ്ത് അതിന് മറുപടി റീപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു പിക്ചർ കണ്ടിട്ടില്ലേ, അവിടെ ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു കുട്ടി ഇരിക്കുന്നു, ക്ലയന്റ് ഇവിടെ എഴുതുന്നു. കാരണം ഞാനിരിക്കുന്ന ആ കുട്ടിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു പിക്ചറിൽ തന്നെ PPT കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു പിക്ചർ തന്നെ രണ്ടാളുടെയും ഒരേ ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്. അതായത് ക്ലയന്റിന്റെയും തെറാപ്പിസ്റ്റിന്റെയും ഒരേ മുഖം ഒരേ വിഷാദത്തിലാണ്, ടെൻഷനിലാണ്.
കാരണം സങ്കടം എഴുതുമ്പോൾ അയാൾ അത് മനസ്സിലായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. ഇതേപോലെയാണ് നമുക്കും അവിടെ വേണ്ടത്. പിന്നെ ഇതിന് ഒരു സ്റ്റോറി സമയത്ത് നമ്മൾ പറയുന്ന ക്ലയന്റുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരെന്താണ് പിന്നെ ഒരു കഥയിലൂടെ ഇങ്ങനെ കടന്നു പോവാ, സംസാരിക്കുന്നതിനിടക്ക് എന്താണ് നമ്മൾ അതിനിടക്ക് കയറിയത് ആ ഒരു ബ്ലെയിം ചെയ്യുന്ന രീതി. കാരണം ഇതൊരു കള്ളക്കഥയാണ്, നിങ്ങൾ ഉണ്ടാക്കി പറയുകയാണ് എന്നുള്ള രീതിയിലേക്ക് അവർക്ക് വരാൻ പാടില്ല. പിന്നെ കൂടുതലായിട്ട് അതിനൊരു എന്താ നോൺ ജഡ്ജ്മെന്റലായിട്ട് അവരുമായിട്ട് എന്താണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇതൊക്കെ നിങ്ങളൊരു തോന്നലാണ്, ഇതൊക്കെ വെറുതെയാണ്, അങ്ങനെ നിങ്ങളുടെ ലൈഫിലൊന്നും സംഭവിച്ചിട്ടില്ല. സാധാരണയായിട്ട് നമ്മൾ ഒരു റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് പോലെ ചോദിക്കരുത്. കാരണം പോസിറ്റീവായിട്ട് റീഎൻഫോഴ്സ്മെന്റ് ഈ ഒരു തെറാപ്പിയിൽ കൊടുക്കുക എന്നുള്ളത് വളരെ ടാസ്ക് ആണ്. പക്ഷെ അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെയായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാണ്ട് അവർ പറയുന്ന കഥകൾ കേട്ട് നമ്മളൊന്ന് തലതിരിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കരുത്. പിന്നെ എപ്പോഴും എന്താണ് അവരെ ലൈഫിനെ കുറിച്ച്, അവരുടെ വ്യക്തിത്വത്തെ എപ്പോഴും എന്താണ് സെൽഫ് അവയർനെസ് ഉണ്ടായിക്കോളും. നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയാണ്, നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ് പോകേണ്ടത്, നിങ്ങൾ ഇങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്, നിങ്ങളുടെ പ്രശ്നം ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രശ്നം എന്താണ്, നിങ്ങൾക്ക് തന്നെ എന്താണ്, നിങ്ങൾ ഇത്ര മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ബാധിക്കുന്നുള്ളൂ. അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. പിന്നെന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പ്രൊമോട്ട്, എന്തെങ്കിലും അവർ നിലവിളിച്ചപ്പോ ഒരു ബിസിനസ് ഒന്നും തുടങ്ങാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ചെറിയതായിട്ട് ഫാമിലി സപ്പോർട്ടോടെ നമ്മൾ എന്താണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ് പഠിക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഏതൊക്കെ മേഖലയിലാണ് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കും പ്രശ്നം, ചില മറ്റുള്ള ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും പ്രശ്നം. അതൊക്കെ ഒന്ന് നമുക്ക് ആ കുട്ടിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഈ ഒരു ടീച്ചേഴ്സ് ഇങ്ങനെയാണ് പെരുമാറുക, നിങ്ങൾ എന്ന വ്യക്തി ഒരിക്കലും അവിടെ മോശക്കാരാവുന്നില്ല എന്ന് നമുക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കണം. പിന്നെ ഇവർ പ്രധാനമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു തെറാപ്പി ഉപയോഗിക്കുന്നത് സ്കൂൾ ലൈഫിൽ തന്നെയാണ്, കുട്ടികൾക്കിടയിലാണ്. അതേപോലെ തന്നെ ഫാമിലീസിലെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളിലേക്ക്, പിന്നെ ജോലി സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് സ്ട്രെസ് ലെവൽ അനുഭവിക്കുന്ന ആളുകൾ, പിന്നെ അതുപോലെ തന്നെ മറ്റു തരത്തിൽ എന്തൊക്കെയാണ് എൻവിറോൺമെന്റുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവരിലേക്ക് എന്താണ് നമുക്ക് ഈ ഒരു തെറാപ്പി സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു പിന്നെ ഒരു തെറാപ്പി എഴുതിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് ഞാൻ PPT ഷെയർ ചെയ്യും, ഓക്കെ ഓക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ ഈ ഒരു പിന്നെ നരേറ്റീവ് തെറാപ്പിയുടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അവരുമായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവരെ സ്റ്റോറീസുകൾ കേട്ടതിന് ശേഷം എന്താണ് അവർക്ക് പുതിയ പുതിയ സാധ്യതകൾ ഒരുപാട് പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാണ്. ഷിഫ്റ്റ് ബൈ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ ആയിട്ട് അവരെ പ്രശ്നത്തിൽ ഈ പ്രശ്നം നിങ്ങളിലേക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തന്നെയാണ് ആളുകളുടെ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം ചിലപ്പോൾ അയാളെ കളിയാക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അയാൾക്ക് നിങ്ങളെത്ര ക്വാളിറ്റിയോ അയാൾക്ക് ചിലപ്പോൾ കളിയാക്കുന്ന ആളുകൾക്ക് എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ള കേപ്പബിൾ നമ്മൾ ഉണ്ടാക്കി എടുക്കി കൊടുക്കണം. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കറക്റ്റായി ഡിസിഷൻ എടുക്കേണ്ട സമയം നിങ്ങൾ തീരുമാനം എടുക്കണം. അല്ലാണ്ട് ആളുകൾ എന്ത് വിചാരിക്കും, മറ്റവരെന്ത് എന്നെ പറയും എന്ന് ആ ഒരു തീരുമാനം പല ക്ലയന്റിനും ഉണ്ടാവും. അതും കൂടി എന്താണ് നമ്മൾ അവരെ നല്ല രീതിയിൽ എൻകറേജ് കൊടുത്ത് ഒരു കേപ്പബിൾ ആക്കി മാറ്റിയെടുക്കാൻ ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് കഴിയണം. പിന്നെ അടുത്ത ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഇതിന്റെ പ്രോസസ്സിങ് മൊത്തം ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു ആങ്സൈറ്റി ഉള്ള ഒരാള് വരികയാണ് നിങ്ങളുടെ മുമ്പിൽ, ഒരു ആങ്സൈറ്റി ലെവലുള്ള ഒരു കുട്ടി വരികയാണെന്ന് ചോദിച്ചോളൂ. അപ്പോ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി, എല്ലാത്തിനും പേടിയുണ്ട്, എനിക്ക് എല്ലാ കാര്യത്തിലും പേടിയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു തെറാപ്പി, ഒരു നറേറ്റീവ് തെറാപ്പിയിലേക്ക് എന്നുള്ളത് നമുക്ക് മാറ്റി കൊടുക്കുക എന്നുള്ളത്. ഇപ്പോ അയാൾ പറയാണ് എനിക്ക് ഏതൊരു കാര്യം ചെയ്യാനും പേടിയാണ്. അപ്പോ നമ്മൾ ചോദിക്കുകയാണ് അയാളോട്, നിങ്ങൾക്ക് ഈ ഒരു കാര്യം മുൻകാലത്ത് പേടി എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ അയാൾ പറയും മുൻകാലത്തൊക്കെ വലിയ പേടിയായിരുന്നു. അപ്പോ ആ ഒരു വലിയ പേടി ചില സമയത്തെങ്കിലും നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് മറികടന്നിട്ടുള്ളത്? അതായത് ഒരു ആങ്സൈറ്റി ഉള്ള ലെവലിലുള്ള ഒരാള്, നിങ്ങൾക്ക് എപ്പോഴും ആങ്സൈറ്റി തോന്നുന്നു. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഇന്ന് മുതൽ തുടങ്ങിയിട്ടല്ല, മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് നിങ്ങൾ തന്നെ പറയുന്നു. അപ്പോ ആ സമയത്തെല്ലാം നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ മറികടന്നിട്ടുള്ളത്? അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആങ്സൈറ്റിക്ക് പലതരത്തിലും ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ പോലും നമ്മൾ ഈ ഒരു കൗൺസിലിംഗ് സെഷനിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ
വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ ഇദ്ദേഹത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക, കൺഫ്യൂസ്ഡ് ആക്കാത്ത രീതിയിൽ അവരെ ഉള്ളിലേക്ക് അൺഡെപ്ത് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക. പിന്നെ ഒരു ട്രോമ കെയർ ഉള്ള, അതായത് ലൈഫിൽ എന്തെങ്കിലും PTSD പോലെയുള്ള അല്ലെങ്കിൽ അബ്യൂസ് പോലെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ആളുകളിൽ എന്താണ് നിങ്ങളെ മുമ്പിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ പറയാണ് എന്റെ ജീവിതം വളരെ ദുഃഖമാണ്, അല്ലെങ്കിൽ എനിക്ക് ഇനി മുന്നോട്ടൊരു ലൈഫ് ഇല്ല, കാരണം ഞാനൊരു കുടുംബത്തിലേക്ക് പോകാൻ പറ്റിയ ഒരു സ്ത്രീയല്ല, ഒരു റിലേഷൻഷിപ്പ് ഒരു ഭാര്യയാവാൻ പറ്റില്ല, കാരണം എനിക്ക് ചെറുപ്പത്തിൽ ഒരു അബ്യൂസ് നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊരു മോശം സ്ത്രീയാണ്. അപ്പോ ഇങ്ങനെയുള്ള എനിക്കെല്ലാം നഷ്ടപ്പെട്ടവളാണ് എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ തുറന്നു പറയുന്നു. അപ്പോ എന്നിട്ടും നിങ്ങൾ ഇത്രയും കാലം ജീവിക്കുന്നില്ലേ? ദിസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയും കാലം നിങ്ങൾ ചെറുപ്പത്തിൽ എന്തോ നിങ്ങൾക്ക് ഒരു അബ്യൂസ് നടന്നു, ഒരു ട്രോമ നടന്നു, നിങ്ങൾ പറയുന്നു എനിക്കിനി ജീവിതമില്ല. പക്ഷെ നിങ്ങൾ വർഷങ്ങളോളം പിന്നെയും ജീവിക്കുന്നു. അല്ലെ ഒരു കുട്ടിയോട് പറയാം, നിങ്ങൾക്ക് ആദ്യം ആ കുട്ടിയോട് നീ ഇത്രയും വർഷം 5-6 വർഷം നീ ഇപ്പോഴും ജീവിക്കുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാവണം ഓരോ കേസുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഫാമിലി ലൈഫിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ, ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടി ഈ ഒരൊക്കെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറയുന്നു, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതകൾ എന്തൊക്കെയാണ്? പ്രശ്നം ഇവരിൽ നിന്ന് തന്നെയാണോ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പാർട്ട്ണറുടെ അടുത്താണെന്ന് നമുക്കറിയണം. അപ്പോൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എടുത്ത് പറയുന്ന ആളുകൾക്ക് എന്താണ്, കറന്റ് നമ്മൾ കൗൺസിലിംഗ് വരുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ ചിലപ്പോൾ മുമ്പ് നമ്മളോട് പറഞ്ഞിട്ട്, അപ്പൊ ഡയറക്റ്റ് ആയി രണ്ടുപേരെ ഇരുത്തി ചോദിക്കുമ്പോൾ ഈ രണ്ടാൾക്കും ഒരു പ്രശ്നം ഒന്നും പറയാനുണ്ടാവില്ല. അപ്പോ നമ്മൾ എന്താണ് മുമ്പ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ പ്രധാനമായിട്ടുള്ള ഓരോ എടുത്ത് പറയാൻ, നിങ്ങൾ ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ലായിരുന്നു ഇയാളെ കുറിച്ച്, പ്രശ്നമല്ല ഒരു പ്രയാസം എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിലൂടെ കടന്നു പോയിട്ട്, ആ സമയത്ത് നിങ്ങൾ എന്ത് ആക്ഷൻ ആണ് ഈ ഒരു സമയത്ത് എടുത്തിട്ട്? ചിലപ്പോ ഒന്നുകിൽ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം, ഒന്നുകിൽ റൂം മാറി കിടന്നു, അല്ലെങ്കിൽ ആ ദിവസം ഒന്നും മിണ്ടാതെ കിടന്നു, അല്ലെങ്കിൽ ഭാര്യയാണ് സ്വന്തം വീട്ടിലേക്ക് പോയി. എന്താണ് അവർ പറയുന്നത് അതിനനുസരിച്ച് എന്താണ് നമ്മൾ കൊടുക്കുക. ഇതാണ് ഒരു തെറാപ്പിയുടെ പൂർണ്ണ രൂപം. അപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു കേസ് വരും, അവസാനം നമുക്ക് സാധാരണ ഡിസ്കഷൻ മോഡിലേക്ക് നമുക്ക് ഇനി പോവാം. ഒരു 10 മിനിറ്റ് നമുക്കൊരു കേസ് ഞാൻ മുമ്പിൽ നിങ്ങൾക്ക് തരിക, എല്ലാവരും ഇടപെട്ടോളി, പറ്റാവുന്ന ആളുകളൊക്കെ. ഇപ്പൊ നിലവിൽ എനിക്ക് ഇന്നലെ വന്നിട്ടുള്ള ഒരു കേസാണ്. കുട്ടിക്ക് 10 വയസ്സാണ്. അപ്പൊ കുട്ടിക്ക് പഠനത്തിൽ തീരെ താല്പര്യമില്ല. അതായത് കഴിഞ്ഞ ടേമിൽ, അതായത് ഓണപ്പരീക്ഷയിൽ കുട്ടി നല്ല രീതിയിൽ മാർക്ക് വാങ്ങിയ കുട്ടിയാണ്. ഇപ്പൊ കുട്ടി പറയുന്നത് എന്താണ്, പഠിച്ചിട്ടൊന്നും കാര്യമില്ല, പഠിക്കാത്തവരും ജീവിക്കുന്നത് കാണുന്നില്ല. അപ്പോ പഠിക്കാത്ത ആളുകളും ജീവിക്കുന്നില്ലേ? ഇനിയിപ്പോ ഞാനും തെളിയിച്ചു തരാം, പഠിക്കാണ്ട് തന്നെ ഞാനും നല്ല രീതിയിൽ ജോലിക്ക് പോകും, എനിക്കും ജോലിയൊക്കെ കിട്ടും എന്നുള്ള രീതി കൊണ്ട് കുട്ടി തീരെ പഠനത്തെ ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഒരു കേസ് നിങ്ങളെ മുമ്പിൽ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക? ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് പറയാൻ പറ്റും, തെറ്റായാലും ശരിയായാലും. നമുക്കൊരു തെറാപ്പി, ഈ ഒരു കൗൺസിലിംഗ് മേഖലയിൽ നമുക്ക് പല കേസ് ഈ നറേറ്റീവ് തെറാപ്പിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇത് തന്നെ നമുക്ക് വരണമെന്നില്ലല്ലോ. അപ്പൊ ഈ ഒരു തെറാപ്പി എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാം? കുട്ടീന്റെ വയസ്സ് 10 പിന്നെ എത്രയാണ്, 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടി കറക്റ്റ് 5ലോ 4ലോ ആണ്. അപ്പോൾ കുട്ടി പറയുന്ന ഡയലോഗ് ഇതാണ്, ഞാനും പഠിച്ചിട്ട് പോകണം, പഠിക്കാൻ സ്കൂളിൽ പോകും, വലിയ പഠനത്തിൽ ഞാൻ നോക്കണ്ട, പക്ഷെ പഠിച്ചില്ലെങ്കിലും ഞാൻ മുന്നോട്ട് മുന്നേറും, കാരണം എന്താണ് എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റും. എത്ര ആളുകൾ പഠിക്കാണ്ട് തന്നെ പണിക്ക് പോകുന്നുണ്ട്. അതൊക്കെയാണ് കുട്ടി പറയുന്നത്. ഇതൊരു ബിഹേവിയർ ഇഷ്യൂസ് ആണോ, അല്ലെങ്കിൽ കുട്ടീന്റെ പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ ഇതെന്താണ്? ഈ ഒരു തെറാപ്പി നമുക്ക് അതിലേക്ക് എങ്ങനെ മാറ്റാം? ആർക്കെങ്കിലും ഒന്ന് പറ്റാതെ എന്ത് വേണം നമുക്ക് പറയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു തെറാപ്പി നമുക്ക് ഇതിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം? നറേറ്റീവ് തെറാപ്പി വെച്ച്. ബിഹേവിയർ ഇഷ്യൂ അല്ല, ബിഹേവിയർ ഇഷ്യൂസ് അല്ല. കുട്ടി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, കുട്ടി വീട്ടിലൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, കുറച്ച് മൊബൈൽ യൂസ് മാത്രമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാണ്ട് കുട്ടി നല്ല കുട്ടിയാണ്, പഠിക്കുന്ന. ഈ ഒരു 3-4 മാസത്തിന് കുട്ടിക്കിടയിൽ സംഭവിച്ചതാണ്. പിയർ ഗ്രൂപ്പിലെ എന്തെങ്കിലും ഇങ്ങനെ സംസാരങ്ങൾ ഉണ്ടായിട്ടാണോ? നമ്മളെ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നതിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ഈ ഒരു തെറാപ്പി കുട്ടിയുടെ എങ്ങനെ മാറ്റിയെടുക്കാം, അതിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഈ ഒരു പറഞ്ഞ തെറാപ്പി വെച്ചിട്ട് നമ്മൾ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് കുട്ടിയെ ഒന്ന് മാറ്റിയെടുക്കുക? ജേർണലിംഗ് എഴുതിക്കണം. ഓക്കെ, ജേർണൽ ഏത് രീതിയിൽ എഴുതിപ്പിക്കാം? സ്വന്തത്തിന് തന്നെ ഒരു കത്ത് എഴുതാൻ പറയണം. യെസ്, അത് വളരെ കറക്റ്റാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടൂൾസ് തന്നെ ഏജാണ്, സ്വന്തത്തെ കുട്ടിനെ കുറിച്ച് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിക്കുക എന്നുള്ളത്.
പിന്നെ അവന് അടുത്ത് സന്തോഷം കിട്ടിയിട്ടുള്ളതും സങ്കടം വന്നിട്ടുള്ളതുമായ അവസ്ഥകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ. അതും ഓക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രശ്നങ്ങൾ മാറുമോ? പഠിക്കാൻ മാർക്ക് ഇഷ്ടമല്ലാത്ത കൂടുതൽ എന്തുകൊണ്ട്? കിട്ടുമ്പോൾ ടീച്ചേഴ്സ് എങ്ങനെ അവനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് ഓർത്തെടുക്കാൻ കൂടുതൽ പറയണം. അതാരാ പറഞ്ഞത്? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്ക് കുറഞ്ഞു കിട്ടുമ്പോഴോ കൂടുതൽ കിട്ടുമ്പോഴോ ഈ കുട്ടിയുടെ മെന്റാലിറ്റി, അതായത് ടീച്ചേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് കുട്ടിയോട് എന്ത് പറഞ്ഞു എന്നുള്ളത് അതായത് ഇതൊരു പോസിറ്റീവാണ് ആ കുട്ടിയിൽ ഉണ്ടാകുന്നത്. മാർക്ക് കുറഞ്ഞതാണോ അല്ല കൂടുതലാണോ എന്നുള്ളത് എന്താണ്, ആ കുട്ടിയെ എന്താണ് നീ പഠിച്ചത് കൊണ്ടാണ് ഇവിടെ മാർക്ക് കൂടുതൽ വന്നിട്ടുള്ളത്. അതായത് ഓണം പരീക്ഷ വരെ എന്താണ് കുട്ടി നല്ല രീതിയിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വളരെ ഉഷാറാണ്, ആക്റ്റീവാണ്. അതുവരെ എന്താണ് ആ സമയത്ത് ഈ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ലാസ്റ്റ് എന്താണ് ഡിസംബർ എക്സാമിൽ, അതായത് ക്രിസ്മസ് എക്സാമിൽ വന്നപ്പോൾ ഒരു പേപ്പറിൽ തോറ്റു. അത് വിഷയം വന്നു. കുട്ടി പിന്നെ ചിന്തയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ ഒരു ടൂൾസ് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ഈ കേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തത് നമ്മള് ദൈനംദിന ജീവിതത്തില് പഠിച്ചിട്ടുള്ളവരെ സൊസൈറ്റി റിസീവ് ചെയ്യുന്ന ആ ഒരു അത് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരണം. യെസ്, അതായത് പഠിച്ചിട്ട് എല്ലാ മേഖലയിലും ഒരുപാട് ആളുകൾ വിജയിച്ചിട്ടുണ്ട്. പഠിക്കാത്ത ആളുകളുടെ എക്സ്പീരിയൻസ് അതും കാണിച്ചു കൊടുക്കുക. പഠിച്ച് മുന്നേറിയ ആളുകളുടെ എക്സ്പീരിയൻസ് അതും കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക. അതും എന്താണ് ഒരു കഥയിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കഥ എഴുതിയിട്ട് കുട്ടിക്ക് വായിക്കാൻ പറയണം. അതും നല്ലൊരു ടൂൾസ് ആണ് ഈ കുട്ടിയുടെ മാനസികമായിട്ടുള്ള ഇത് മാറ്റാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പറയുന്ന കാരണം നിങ്ങൾ ചിന്തിക്കാൻ, നമ്മൾ സാധാരണ ഒരു ക്ലാസ് പോലെ കേൾക്കുമ്പോഴല്ല നമ്മൾ കേൾക്കേണ്ടത്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള, ഞാൻ പരമാവധി കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം കിട്ടുന്ന കേസുകളൊക്കെ എന്താണ് ഇവിടെ തരിക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു കേസ് നിങ്ങൾക്കും വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാം എന്തൊക്കെയാണ് അതിന് കൊടുക്കാൻ തോന്നുക. അല്ല നിങ്ങൾ പറയും ചിലപ്പോൾ കാര്യങ്ങൾ ഉണ്ടാവും എനിക്ക് ആ കേസിലേക്ക് ആഡ് ചെയ്യാൻ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ ക്ലാസ് കേൾക്കുന്നത് പോലെ ആവരുത്. അല്ലെങ്കിൽ കുറച്ച് PPT കിട്ടി നോട്ട് ചെയ്ത് വെക്കുക, അതുപോലെ ആവരുത്. മനസ്സിലാക്കി തന്നെ എന്താണ് തെറാപ്പി പഠിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഈ തെറാപ്പി പഠിക്കാൻ വേറെ എവിടെയും പോകണമെന്ന് ഞാൻ പറയില്ല, പിന്നെ പോയണ്ടെന്നും വേണമെന്ന് പറയില്ല. പക്ഷെ എന്താണ് പഠിക്കുന്നത് എന്താണ് മനസ്സിലാക്കി തന്നെ സ്റ്റേജ് കണക്ക്. പിന്നെ ഇതുമായിട്ട് റെഫറൻസുകളിൽ കൂടുതൽ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇതിലെന്താണ് ഈ കുട്ടിക്ക് നല്ല പരിശീലനം ആവശ്യമാണ്. കുട്ടിക്ക് എന്തൊക്കെയാണ് ഏതൊക്കെ രീതി പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഈ ഒരുപാട് വിജയിച്ച ആളുകളെ സ്വന്തം ഏറ്റവും നല്ലത് എന്താണ് ആ കുട്ടിയുടെ പാരന്റിന്റെ സ്റ്റോറി തന്നെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. രണ്ടാളും എന്താണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സ്വന്തം മകനെ ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടത് എന്ന് അവർക്കറിയില്ല. അപ്പൊ ഇവിടെ എന്താണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ അച്ഛനും അമ്മനെ കൊണ്ട് എഴുതിപ്പിച്ചത് അവരെ ലൈഫിൽ ഞാനൊരു ഡോക്ടറാണ്, അമ്മ എന്താണ് ടീച്ചറാണ്. അവര് ലൈഫിൽ നടന്നു വന്നിട്ടുള്ള സ്റ്റേജിൽ പച്ച മലയാളത്തിൽ കുട്ടീനെ കൊണ്ട് എഴുതിപ്പിച്ചു എന്നുള്ളതാണ്. എഴുതിപ്പിച്ച് ആ കുട്ടീനോട് വായിപ്പിച്ചു. ആ കുട്ടീന്റെ വോയിസ് എന്റെ വാട്സപ്പിലേക്ക് ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ കുട്ടിക്ക് അത്രയും ഇമ്പ്രൂവ്മെന്റ് എന്താണ് സ്വന്തം വ്യക്തിത്വത്തെ കുട്ടി മനസ്സിലാക്കുകയാണ്. കാരണം ഞാൻ ഇങ്ങനൊക്കെ പോയിട്ട് എന്റെ ചിന്താഗതികൾ പൂർണ്ണമായും തെറ്റാണ്. കാരണം പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ വേണം. പഠിക്കാത്ത ആളുകൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് എന്താണ് അവർക്ക് അതിന്റെ ക്വാളിറ്റി കുറയും. കാരണം എന്താണ് എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ജോലി ആവശ്യമാണ്. അല്ലെങ്കിൽ പുറമെ സാധാ ജോലി ആണെങ്കിൽ പോലും എന്താണ് അതിന് വിദ്യാഭ്യാസം, ആ ജോലിയെ കുറിച്ചുള്ള അറിവ് എനിക്ക് നിർബന്ധമാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്താണ് ഈ ഒരാളെ കൺവേർട്ട് ചെയ്തു, മെന്റലി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരൊറ്റ സെഷൻ മതി എന്നുള്ള കുട്ടിയുമായിട്ട് സംസാരിച്ച ഒറ്റ സെഷനാണ്. അതാ പറഞ്ഞ് നരേറ്റീവ് തെറാപ്പി 1-2 മണിക്കൂർ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ആളെ ഏകദേശം എന്താണ് പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി നോർമലായി കൊണ്ടുവരാം എന്ന്. പക്ഷെ എന്താണ് നമുക്കെന്താണ് കുറച്ചൊരു പേഷ്യന്റ് ആണ് നമ്മൾ ഇരിക്കണം. അവരെ കേൾക്കാൻ തയ്യാറാവണം. അവർക്ക് അറിയുന്ന കഥകളിലും കേൾക്ക് പൂർണ്ണമായിട്ടും നമ്മൾ, കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫാണ് അവർ പറയണത്. ക്ലയന്റ് അവരുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടത്. അതിൽ നിന്ന് അവിടെയാണ് നമുക്ക് ചില മൈന്യൂട്ടായ പോയിന്റുകൾ കിട്ടുന്നത്. അത് എടുത്തു പറയാണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ചെയ്തത് വളരെ നന്നായിരുന്നു. ആ സമയത്ത് അത് ചെയ്തിരുന്ന നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി ബുദ്ധിമുട്ടിലായി പോയാൽ. ആ പറയുന്ന സമയത്ത് എന്താണ് ആ സമയത്ത് നടന്ന ഹാപ്പിനെസ് ഒന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ അവിടെ എടുത്ത തീരുമാനത്തിലേക്ക് അവർ ഒന്നുകൂടി ബാക്കപ്പ് ആവും. ഞാൻ അവിടെ നല്ലൊരു തീരുമാനമായിരുന്നല്ലോ എടുത്തത്.
എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് അവരെ കൊണ്ടുപോകും. ഇതാണ് ഒരു തെറാപ്പിയെ കുറിച്ച് ഓവറോൾ. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, എല്ലാവർക്കും ഏകദേശം മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ഇതിന്റെ കൂടെ തന്നെ വളരെ എന്താണ് ഈ ഒരു ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. കോൺഫിഡൻസ് ലെവല് നമ്മൾ എഴുതി കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് എഴുതിപ്പിക്കണം. പിന്നെ റിലേഷൻഷിപ്പിലുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അവരെ കൊണ്ട് പരമാവധി എഴുതിപ്പിക്കാൻ ശ്രമിക്കുക ഈ ഒരു തെറാപ്പിയിൽ. കാരണം ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയുന്നത് എന്താണ്, ജേണൽ എഴുതുക, ഒരു പേപ്പറിൽ എഴുതുക. ആ എഴുതുമ്പോൾ എന്താണ് നിങ്ങളെ മനസ്സിലേക്ക് തട്ടും, ഞാൻ എന്താണ് എഴുതുന്നത്, ഞാൻ എന്താണ് എഴുതിയത് എന്നുള്ള ഒരു കാര്യം. കാരണം പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും അത് വായിച്ചു നോക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ എന്നൊരു വ്യക്തി ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിച്ച പോലെയാണോ, അറ്റ്ലീസ്റ്റ് എന്താണ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറാനെങ്കിൽ ശ്രമിക്കും. കാരണം കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഇതൊരു പിന്നെ കൗൺസിലിങ്ങിന് പോവാത്ത സാധാരണക്കാരുടെ ഇടയിൽ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എൻ്റെ ലൈഫിലുണ്ടാവും, നിങ്ങളുടെ ലൈഫിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൽ നമ്മൾ എന്താണ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു പേപ്പറിൽ എഴുതിക്കുന്ന സമയത്ത് നമുക്ക് സ്വയം തിരിച്ചറിയാവുന്ന ചില കാര്യങ്ങൾ അതിലുണ്ടാവും. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലൊക്കെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ല, നമ്മൾ ഭാര്യ എത്ര ആളുകൾ അരമണിക്കൂർ കൂടുതൽ സ്വന്തം ഭാര്യനോട് അല്ലെ ഭർത്താവിനോട് സംസാരിക്കുന്നുണ്ട്, ഉണ്ടാവും പല വീട്ടിലത്തെ കാര്യമൊക്കെ സംസാരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താണ് ഒരു ദിവസം 30 മിനിറ്റ് എങ്കിലും ബെഡ്റൂമിൽ നിന്നെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്ന രീതിയിലാവണം നമ്മുടെ ലൈഫ്. എന്നാൽ മാത്രം എന്താണ് അവിടെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടും, അവിടെ സ്നേഹം കൂടും. ഈ ഒരു സംസാരം ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങൾക്കും ഉണ്ടാകുന്നത്. പ്രേമിക്കുന്ന സമയത്ത് എന്താണ് നല്ലോണം സംസാരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ 1 or 2 ഉണ്ടാവും, പിന്നെ കഴിഞ്ഞു. അല്ല പിന്നെ കല്യാണം നിശ്ചയം കഴിഞ്ഞ ഒരു നിക്കാഹൊക്കെ കഴിഞ്ഞ ആ സമയത്ത് ഭയങ്കര, കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടി 2 or 3 എല്ലാം ഉണ്ടാവും. പിന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞ് ഒരു കുട്ടിയോ 1 or 2 കുട്ടികളായി കഴിഞ്ഞാൽ അതങ്ങനെ കുറഞ്ഞു വരും. ഇതിപ്പോ എന്റെ പ്രശ്നങ്ങളല്ല നിങ്ങളെ പ്രശ്നങ്ങളോ അല്ല, നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്താണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കളൊക്കെ ഒന്ന് കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും എന്താണ് ആ ദിവസം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കടന്നുപോയി, എന്തൊക്കെയാണ് അന്ന് ചെയ്തിട്ടുള്ള കാര്യം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുടുംബകാര്യങ്ങൾ വരെ സംസാരിക്കുക. സംസാരമാണ് ഇവിടെ, എന്തും ആവാം, അത് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ വേണ്ടത്. ഇതൊക്കെ നെറേറ്റീവ് തെറാപ്പിന്റെ ഒരു ടെക്നിക്കാണ്. റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കൂടുതലായി കമ്മ്യൂണിക്കേഷൻ ആഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണം ചോദിക്കാം, സംസാരിക്കാം. ഇന്നത്തെ ഒരു സെഷൻ വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. സൈക്കോതെറാപ്പിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് ചോദിച്ചു, ഈ സൈക്കോ തെറാപ്പിയിൽ ഇതിന് മാത്രം തെറാപ്പികളൊക്കെ ഉണ്ട്, ഇത് എവിടെ നിന്ന് കൊണ്ടുവരികയാണ്? 60ഓളം 70ഓളം തെറാപ്പി ഉണ്ട് മനുഷ്യന്മാര്. ചിലപ്പോ നെഗറ്റീവ് കുറെ കേൾക്കാത്തവരുണ്ടാവും, കേട്ടവരുണ്ടാവും. പറയാണ്, ചില ആൾ കൺഫ്യൂഷൻ ആണ്, തമാശയല്ല. ചിലർക്ക് അതിനെപ്പറ്റി അറിയില്ല, കേട്ടിട്ടുണ്ടാവില്ല. മിനിമം എന്താണ് ഒരു 60-65ഓളം തെറാപ്പികൾ ഉണ്ട് നിലവിൽ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ കാരണം ഒന്നുകിൽ ഉപയോഗിക്കും മെയിനായിട്ട് CBT അല്ലെങ്കിൽ ബിഹേവിയർ അല്ലെങ്കിൽ DBT RBT. ഇത് കഴിഞ്ഞ അപ്പുറത്തേക്ക് ഒന്നുമില്ല, പഠിക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ പഠിക്കുന്ന ആളുകൾ ഉണ്ട് കേട്ടോ. നമ്മുടെ മുമ്പിൽ അക്കാദമിന്റെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്, ഓരോ തെറാപ്പി പഠിച്ച് നമ്മളൊരു ഡിസ്കഷനിലൊക്കെ വരുന്ന ആളുകളുണ്ട്. അത് വളരെ സന്തോഷമാണ്. അപ്പൊ നമുക്കും കേൾക്കുന്ന എനിക്കും അവയർനെസ് ഉണ്ടാവും, അവർക്കും കൂടും. സാറേ, ആ ട്രീയില് കൊമ്പിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? കൊമ്പ് കൊമ്പ് ഇതുവരെ വിട്ടിട്ടില്ല. ഡ്രീംസും പിന്നെ അവിടെ എന്താ എഴുതാൻ പറഞ്ഞേ? ഡ്രീംസ് ഫ്യൂച്ചർ ചെയ്ത അവിടെ ഡ്രീംസും അവരെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ. ഓക്കെ. യുണീക്ക് ഔട്ട്കം ഒന്ന് പറയുമോ? യുണീക്ക് ഔട്ട്കം എന്ന് പറയുന്നത് അവരുടെ പോസിറ്റീവായ കാര്യങ്ങൾ എടുത്തു പറയുക എന്നുള്ളതാണ്. അവരുടെ ലൈഫിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞ കഥകളിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു പറയുക. അത് ഏറ്റവും നല്ലത്. ഏറ്റവും എല്ലാ തെറാപ്പിയും കൗൺസിലിംഗ് നമുക്ക് അത്യാവശ്യമുള്ളതാണ്. അവർ ചെയ്തിട്ടുള്ള നന്മകൾ, അവർക്ക് ഉണ്ടായിരുന്ന സന്തോഷങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് അവരോട് തന്നെ പറയും. അതാണ് യുണീക്ക് ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോ ആ സമയത്ത് യുണീക്ക് ഔട്ട്കം ചോദിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു സന്തോഷം മനസ്സിലായി. ആ സമയത്ത് നമുക്ക് വേണം, നിങ്ങൾക്ക് ആ നിമിഷം നിങ്ങൾ എത്രത്തോളം ആത്മവിശ്വാസം തോന്നിയിട്ടുണ്ടായിരുന്നു, ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്.
ഇപ്പൊ പല കുട്ടികളും കോൺഫിഡൻസ് ലെവൽ ഇല്ലാത്തൊരു സ്റ്റേജ് ആണെങ്കിൽ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോക്രാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. ഞാനിതിൽ പലപ്പോഴും ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഈ ഒരു സമയത്ത് കുട്ടി വളരെ കോൺഫിഡൻസ് ലെവൽ ഇല്ല, പഠനം എന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു കേസ് തന്നെ കുട്ടിയോട് ഞാൻ ചോദിച്ച ചോദ്യമാണ്, നീ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ അധികം പഠിച്ചു, അപ്പൊ ഈ ഒരു സ്ഥിതിക്ക് വന്നു, അപ്പൊ ആ സമയത്ത് നിന്റെ ഒരു മെന്റൽ, അതായത് കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ടായി? അപ്പൊ കുട്ടി പറഞ്ഞു, ഞാൻ വളരെ ഹൈ ആയിരുന്നു, ഞാൻ ഏകദേശം എനിക്ക് വന്ന് വളരെ ഹാപ്പി ആയിരുന്നു. ആ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് എന്താണ്, പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ ആ കോൺഫിഡൻസ് എനിക്ക് കുറഞ്ഞു എന്നുള്ളത് കുട്ടിയെ സ്വയം ചിന്തിക്കുക. അതായത് 10 വയസ്സുള്ള കുട്ടി എത്രത്തോളം ചിന്തിക്കണം അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ നോർമൽ ആയ ഒരു കുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ ഒരു വ്യക്തിപരമായിട്ട് കുട്ടിയെ മനസ്സിലാക്കും. കുട്ടി എന്നുള്ള ഒരു വ്യക്തിയാണ്. ആ കുട്ടി എന്താണ് സ്വയം നമ്മളങ്ങ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പഠിക്കാൻ ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള കുട്ടി എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് എന്നില്ല, പഠിക്കാൻ താല്പര്യമില്ല. അപ്പൊ എന്താണ്, കഴിഞ്ഞ ടേമിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് അത് പോസിറ്റീവായ കാര്യം, നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ്, അത് കുട്ടീനോട് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നു. അപ്പൊ കുട്ടിക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വീണ്ടും ഉണ്ടാക്കിയെടുക്കുക. പിന്നെന്താ, ഓക്കെ. കോർ പ്രിൻസിപ്പളിനകത്തെ മൂന്നാമത്തെ പോയിരുന്നു പറയൂ സാർ. എക്സ്റ്റേണലൈസേഷൻ, റീറൈറ്റിംഗ് സ്റ്റോറി. മൂന്നാമത്തത് റീഓതറിംഗ് ആണോ? PPT പോയി. ആണല്ലേ. അതില് അവരെ ശക്തി, സ്ട്രെങ്ത് എടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസും പിന്നെ അതുപോലെ അവരെ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ നാലാമത്തതായത് ഒരു കൊളാബറേഷൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ക്ലയന്റും കാര്യങ്ങളുമായിട്ട് തെറാപ്പിസ്റ്റ് ഒരേ രീതിയിൽ തുല്യമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. ഓക്കെ ഓക്കെ. സർ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഇതുമായി ബന്ധപ്പെട്ടാണോ എനിക്കറിയില്ല. ഒരു കേസ് യൂറോപ്പിലൊക്കെ ഉള്ള മലയാളി ഫാമിലീസ് ഇപ്പൊ ഡിവോഴ്സ് ആയി കഴിഞ്ഞാല് അവരെ കണക്ഷൻ വിടുന്നില്ല. കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ അടുത്തടുത്തായിരിക്കും താമസിക്കുന്നത്. ആ കുട്ടികൾ സ്കൂൾക്ക് പോണതും ആഴ്ചയിൽ ഒരു ദിവസം മദറിന്റെ അടുത്താണെങ്കിൽ ഒരു ദിവസം ഫാദറിന്റെ അടുത്തായിരിക്കും. അപ്പൊ ഇയാള് വേറെ കല്യാണം കഴിച്ചു, മലയാളി കുട്ടി തന്നെയാണ് കല്യാണം കഴിച്ചത്, നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷെ ആ കുട്ടിക്ക് ഈ കൾച്ചർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇവരെ ഈ കോണ്ടാക്ട്, ആദ്യത്തെ വൈഫിനായിട്ടുള്ള കോണ്ടാക്ട് അവര് ഇടയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്, മക്കളെ കാര്യം ചോദിക്കുന്നുണ്ട്, മക്കളെ പാസ്പോർട്ട് പുതുക്കുന്ന കാര്യം രണ്ടാളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്യുന്നത് ഈ ആൾക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ പ്രശ്നം കൊണ്ട് ആൾക്ക് ഭയങ്കര ഡിപ്രഷന്. അത് നമ്മൾ പറഞ്ഞു, രണ്ട് വ്യക്തികൾ കൾച്ചറിന്റെ പ്രശ്നങ്ങളാണ്. കാരണം ഈ ഒരു കുട്ടി വളർന്നത് ഇന്ത്യയിലും കേരളത്തിലും ഒരുപാട് സാംസ്കാരികമായിട്ട് ആ ചുറ്റുപാടില്ല. പക്ഷെ അയാൾ വർഷങ്ങളോളായിട്ട് അവിടെയുള്ള കൾച്ചർ കാരണം എന്താണ്, അവർ ഡൈവോഴ്സ് ആയിട്ട് പോലും ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ് അവർ പിരിഞ്ഞു പോകുന്നത്. ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, അവർ ഡിസിഷൻ എടുത്തു എനിക്ക് വേണ്ട. പക്ഷെ കുട്ടികളായിട്ട് ഇപ്പോഴും നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം കുട്ടികളെയും ബാധിക്കുന്നില്ല. ആ പഴയ റിലേഷൻഷിപ്പ് ആ കുട്ടിയുടെ അമ്മയുമായിട്ട് അച്ഛൻ ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. പക്ഷെ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തൽക്കാലം പിരിഞ്ഞു. ഇതൊരു പിന്നെന്താണ് യൂറോപ്യൻ കൾച്ചറാണ്. പക്ഷെ നമ്മളെ നാട്ടിലേക്ക് എന്താണ് ഇത് വരുമ്പോ അത് നെഗറ്റീവായി ചിന്തിച്ച് എന്തുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ വരുന്നു, ഈ ഒരു സിറ്റുവേഷൻ പിന്നെന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ ഈ ഒരു ചിന്ത, കാരണം നമ്മളെ നാട്ടിലെ സ്ത്രീകളാണ്, കാരണം എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ 100 കാര്യം ചിന്തിക്കുന്ന ആളുകളായിരിക്കും. സ്ത്രീകളെ കുറ്റം പറയല്ല കേട്ടോ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കേസുകൾ ഫാമിലി ലൈഫിൽ ചെറിയൊരു പ്രശ്നം, എന്തെങ്കിലും ഒരു ആണിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് എന്നും ഇയാളെന്നും ഇന്നെ പറ്റിക്കാൻ നോക്കുകയാണ്. പ്രശ്നം തീർത്തിട്ടുണ്ടാവും, ചിലപ്പോ എന്തെങ്കിലും ഒരു കേസ് പിടിപെട്ട് അയാൾ കുടുങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ഓപ്പോസിറ്റ് ആയ പാർട്ണർ എന്താ ചിന്തിക്കുന്നത്, എന്നും ഇവൾ എന്താണ് അല്ലെങ്കിൽ ഇവന് എന്നെ പറ്റിക്കപ്പെടും എന്നുള്ള ചിന്ത നമ്മളൊക്കെ മലയാളികൾക്ക് മാത്രമുള്ളതായി. കാരണം എന്താണ്, ഒരിക്കൽ തെറ്റിപ്പോയ അയാൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ആ സംശയത്തിന്റെ കണ്ണുകളോടല്ലാണ്ട് അയാൾ നോക്കൂല. ആ നോക്കുന്നിടത്തോളം കാലം അവരുടെ ലൈഫിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്ക് പോലും അവർ അടിയുണ്ടാക്കി തുടങ്ങും. അല്ല, സെക്ഷൽ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നുണ്ടോന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതെ, അതും നോക്കണം. ആ സെക്ഷൽ റിലേഷൻഷിപ്പ് എപ്പോഴും അവിടെ അതൊന്നും പ്രശ്നമില്ല. അതാ പറഞ്ഞ നമ്മളെ കൾച്ചർ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇല്ല, അവരുടെ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല.
അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. പക്ഷെ കുട്ടികളുടെ കാര്യങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് രണ്ടാമത്തെ വൈഫിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ആ ഒരു വ്യക്തിയെ നമ്മൾ എന്ത് പറഞ്ഞാണ് എങ്ങനെയാണ് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കല്? ഈ പറഞ്ഞ കേസ് നെറാറ്റീവ് തെറാപ്പി തന്നെ ഉപയോഗിക്കും. നിലവിൽ അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരു കഥയായിട്ട് പേപ്പറിൽ എഴുതിക്കോട്ടെ. നിലവിൽ അയാൾ മാനസിക ബുദ്ധിമുട്ടുകൾ ഒരു പേപ്പറിൽ എഴുതാൻ, ജേണൽ പോലെ പേപ്പറിൽ എഴുതാൻ പറയും. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇന്ന് എഴുതി നാളെ രാവിലെ എഴുന്നേറ്റ ശേഷം വീണ്ടും വായിക്കാൻ പറയാം അയാൾ. അതിൽ എത്ര റിയാലിറ്റി ഉണ്ട്, ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൊക്കെ നിങ്ങളുമായിട്ട് ഇപ്പൊ പുതിയ ഹസ്ബൻഡുമായിട്ട് എത്രത്തോളം എവിഡൻസ് ഉണ്ട്, റിയാലിറ്റി യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് അവരോട് വേർതിരിക്കാൻ പറയും. നിങ്ങളെ പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ട്. അയാളെ കുട്ടികളാണ് അയാൾ വിളിക്കുന്നത്, അത് നോർമൽ. ഇപ്പൊ പറഞ്ഞ ഫിസിക്കലി ആയിട്ട് റിലേഷൻഷിപ്പ് ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇയാളെ മനസ്സിൽ വരുന്ന തെറ്റിദ്ധാരണകളാണ്. അപ്പൊ ഈ ഒരു തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അയാളെ കൊണ്ട് സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരു പേപ്പറിൽ എഴുതിപ്പിക്കുക, എന്നിട്ട് അയാളെ കൊണ്ട് വായിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ചോദിക്കുക, ആ പ്രശ്നത്തോട് നീ എത്രത്തോളം യോജിക്കുന്നുണ്ട്, ഇതെത്രത്തോളം നിന്റെ നിലവിൽ ഈ പ്രശ്നങ്ങളാണ്, ആ പ്രശ്നം എങ്ങനെയാണ് സൊല്യൂഷൻ നിനക്ക് തന്നെ കണ്ടെത്താൻ പറ്റുക എന്ന് അവരോട് ചോദിക്കും. അതായത് സ്വന്തം ഇതിനെപ്പറ്റി പ്രശ്നത്തെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ട്. കാരണം അയാളെ പ്രശ്നമല്ലത്, അയാൾക്ക് ഈ ഒരു ചുറ്റുപാടുള്ള ഈ ഒരു ചിലപ്പോൾ ഫോൺ ചെയ്യുന്നതും വിളിക്കുന്നതും ഒക്കെ കാണുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഇയാൾക്കുള്ള വന്നപ്പോ ഇയാളൊരു പ്രശ്നമല്ല, ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. സർ, അപ്പൊ ആ ലെറ്റർ തന്നെ റീഡ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല, അവർക്ക് എന്തെങ്കിലും ഇതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഓവർ തിങ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. അവർ എഴുതിയത് തന്നെ അവർക്ക് പിന്നെയും വായിക്കുമ്പോൾ അത് ഉണ്ട്, അത് വായിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ആ ഓവർ തിങ്കിങ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ആ ചോദിച്ചത്. ഈ ഓവർ തിങ്ക് ആയിട്ടുള്ള കാര്യമോ എന്തും ആയിക്കോട്ടെ, ഇതെന്ന് അതിന് എത്രത്തോളം റിയാലിറ്റി അവരുടെ ലൈഫിന് ബാധിക്കും. ഓവർ തിങ്കിങ്ങിന് എന്തെങ്കിലും റിയാലിറ്റി ആയിട്ട് റിലേഷൻ ഉണ്ടോന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക അല്ലേ? യെസ്, അതാണ് ഇവിടെ നടക്കേണ്ടത്. ഈ ഒരു പ്രോസസ്സിങ്ങിലേക്കാണ് ഇങ്ങനത്തെ കേസുകൾ വരുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് ഇത് ഫാമിലി ലൈഫിൽ. കാരണം പല പ്രശ്നങ്ങൾക്കിടയിൽ ചിലപ്പോൾ വൈഫിന് മാത്രം ഇതേപോലെ ഡിപ്രസീവ് ആയിട്ടുള്ള പല കേസുകളും ഉണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവർക്കിടയിൽ നമുക്ക് എന്താണ് ഈ പ്രശ്നങ്ങൾ കണ്ടെത്തി ഇവരെ പ്രശ്നമല്ല അത്. അതായത് ചില സിറ്റുവേഷനിൽ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ് അവർക്ക് മനസ്സിലാവണം. ആ കാഴ്ചപ്പാടുകളാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്, അല്ലാണ്ട് അവരെ മാറ്റിയെടുക്കാനല്ല. ഈ ഒരു തെറ്റ കാഴ്ചപ്പാട് അയാളെ വ്യക്തിത്വം അയാൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ചോട്ടെ, അയാളെ സ്വഭാവത്തൊന്നും മാറ്റണ്ട. പക്ഷെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന കാഴ്ചപ്പാടുകളെ നമ്മളൊന്ന് മാറ്റിയിട്ട് ആ കാഴ്ചപ്പാട്ടിൽ തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ ബോധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കേണ്ടത്. പക്ഷെ അതിൽ നിന്ന് അപ്പൊ സൊല്യൂഷൻ വരുന്നുണ്ട്, അവർക്ക് ഫുള്ളായിട്ട് കിട്ടുമോ? പിന്നെ അവനവന്റെ സൊല്യൂഷൻ വരണം. ആ കാഴ്ചപ്പാടുകൾ ശരിയാണോ തെറ്റാണോ അവർ തിരിച്ചറിയുമ്പോൾ സൊല്യൂഷൻ ആയില്ലേ? അതായത് ആ അവര് ഓവർ പേപ്പർ പറഞ്ഞോളൂ. റിയാലിറ്റി ഇല്ലാന്ന് മനസ്സിലാവുമ്പോൾ അവരതിനെ ആ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ലേ? അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ആ അക്സെപ്റ്റൻസിനെ നമ്മൾ എന്താണ് പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കണം, പോസിറ്റീവായിട്ട് പറയണം. ഓക്കെ, അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് വന്നാല് ഫസ്റ്റ് വൈഫ് ആയിട്ടൊരു ആ ഒരു കോണ്ടാക്ട് നിലനിർത്താനായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ പിന്നൊരു ഡൗട്ട്ഫുൾ നേച്ചർ ഈ സെക്കൻഡ് വൈഫ് കീപ്പ് ചെയ്യത്തില്ലല്ലോ. അവർക്ക് അവിടെ ഒരു ഓവർ തിങ്കിങ് എടുത്ത് മാറ്റപ്പെട്ടത് അതിന് റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധമില്ലെന്ന് മനസ്സിലായാൽ പിന്നെ ഒരു ഇഷ്യൂ വരുന്നില്ലല്ലോ. ഇല്ല, പിന്നെ വിഷയമില്ല. പിന്നെ അവർക്ക് കൗൺസിലർ ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് തന്നെ അവരെ പിന്നീട് പറയണം. അവർക്ക് തന്നെ തോന്നും, ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു പേപ്പർ എടുത്ത് എഴുതി തുടങ്ങും. അവര് സ്വന്തമായിട്ട് ജേണലിൽ കത്തൊക്കെ എഴുതി തുടങ്ങും, സ്വന്തമായിട്ട് തന്നെ. അവർക്ക് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ തന്നെ പോകും. പിന്നെ ഒരു ഇതേപോലെ പ്രശ്നം വരുമ്പോൾ ഇതൊരു ലേണിംഗ് കൂടിയാണ്. ക്ലൈന്റിനെ പഠിപ്പിക്കുകയാണ് നമ്മൾ പുതിയൊരു ജീവിതം, ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് സ്വയം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അവിടുത്തെ കൾച്ചറിനെ പറ്റി ഈ ലേഡി അവെയർ ആകും അല്ലേ സാറേ? അതുകൂടി പഠിപ്പിക്കണം. കൾച്ചറിൽ അങ്ങനെയാണ്, സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ് അവിടെ വരുന്നത്, നമ്മളിങ്ങനെ പോലെതല്ല എന്നുള്ളതും. പിന്നെ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ അവരെ ഉള്ളിൽ കൂടെ അവർ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയണം. ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പൊ ഇവര് പറഞ്ഞ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതേപോലെ മറ്റു ഭർത്താവിന്റെ ഭാഗത്ത് ഇയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾക്ക് അറിയണം. അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് സാറ് പറഞ്ഞതുപോലെ ഇവർക്ക് കിട്ടുന്നുണ്ടോന്നും അതും അറിയണം.
അല്ല അയാൾ പോവാത്തത് മാത്രമല്ല, അയാൾ പോണുണ്ടോന്നും അല്ല, പക്ഷെ ഇവർക്ക് ആ ഫിസിക്കൽ റിലേഷൻഷിപ്പ് കിട്ടുന്നുണ്ടോ എന്ന് അറിയണം. കാരണം ഈ ഒരു ടെൻഷനും കാര്യം ഉള്ളത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾ ഇവരെ ലൈഫിൽ ഉണ്ടാവും. അപ്പൊ എന്താണ്, ഭാര്യ എന്താണ് ഓട്ടോമാറ്റിക്കലി എന്താണ് അവിടെ ആ ഭർത്താവ് എന്താ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും മാറി കൊടുക്കൂല. അത് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ ആ കിട്ടാത്തത് കൊണ്ടും ആയിരിക്കാം ഈ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു സംശയത്തിൽ കൂടുതലായി ടെൻഷൻ ആവാനുള്ള സാധ്യത കൂടുതൽ. അതും ഉണ്ടാവും. അതും നമ്മൾ അറിയണം ഈ ഒരു കേസിൽ. അതായത് അവർ ഓൾറെഡി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെറിയൊരു സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് ചെറിയൊരു അവോയ്ഡിങ്ങോ ഉണ്ടാവുമ്പോൾ അവർ പെട്ടെന്ന് ആ സിറ്റുവേഷൻസുമായിട്ട് ഇതിനെ അങ്ങ് പെയർ ചെയ്യും, പിന്നെയും ഓവർ അതെ തിങ്ക് അതെ ചെയ്യും. അതെ അതെ കാരണം അപ്പൊ അത് അത് അവര് സാധ്യത കാണുകയാണ് ഭർത്താവിന് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത്. കാരണം അവോയ്ഡ് എന്നൊരു സേഫ്റ്റി ബിഹേവിയർ അയാൾക്ക് അവിടെ കാണിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ചിന്ത വരികയാണ് അവിടെ. അപ്പൊ അത് നമ്മളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അങ്ങനൊന്നും ഇല്ല, അത് ഉണ്ടോ ഇല്ലേന്ന് ഉറപ്പ് വരുത്തണം അല്ലേ? ഉറപ്പ് വരുത്തണം. എപ്പോഴും എവിഡൻസ് ബേസ്ഡ് ആവണം നമ്മുടെ അതേപോലെ കൗൺസിലിംഗ്. സാറേ നമുക്ക് ആ ഹസ്ബൻഡിന് ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെ? ആ ഹസ്ബൻഡിന് ഒരു അതെ, കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അയാൾക്കും കൊടുക്കണം. അയാൾക്ക് കറക്റ്റ് ആയിട്ട് അവയർനെസ്, നിങ്ങളെ കുറിച്ചുള്ള ധാരണകൾ, ഇവരെ നിങ്ങളെ പാഠം ധാരണ ഇതൊക്കെയാണ്, അത് അതെ നമുക്ക് കൊടുക്കണം. ചിലപ്പോ ഈ ഒരു കേസിൽ ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ വ്യക്തിപരമായിട്ടുള്ള കൗൺസിലിംഗ്, ചിലപ്പോൾ ഭർത്താവിന് ഒരു അയാളെ ഹസ്ബൻഡിന് വ്യക്തിപരമായിട്ട് ഒരു അവയർനെസ് കൗൺസിലിംഗ് നമ്മൾ ഒരു സെഷൻ കൊടുക്കേണ്ടി വരും. ഇയാളെ ചിന്തകൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഇയാൾ നിങ്ങളെ കുറിച്ചുള്ള ധാരണകൾ ഇതൊക്കെയാണ്. അതൊന്ന് നമ്മൾ ഒരു ജനറലി ടോക്ക് പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ സർ, താങ്ക് യു. ശരിക്കും ഇങ്ങനെ വിവാഹം കഴിക്കണവര് ആദ്യം തന്നെ ആ കൾച്ചറും അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആളെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ജീവിതത്തിലേക്ക് കൂട്ടാൻ, അല്ലേ? അതെ അതെ അപ്പൊ പിന്നെ അങ്ങനെ ഇത്തരം ആയിരിക്കണം. പ്രശ്നങ്ങള് വല്ലാണ്ടുണ്ടാവില്ല. ഇല്ല ഇല്ല. ഓക്കെ, താങ്ക് യു സർ. Thank you. Ask, how do we identify whom to give CBT and whom to give the narrative therapy? അത് ബേസ് ഓഫ് സിറ്റുവേഷൻ. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് കൊടുക്കുന്നത്, CBT കൊടുക്കേണ്ടത് CBT കൊടുക്കണം. CBT എന്ന് പറയുന്നത് തോട്ട് പ്രോസസ്സാണ്. അതേ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന തെറാപ്പികളാണ് നരേറ്റീവ്. ഡയറക്റ്റ്ലി യു ക്യാൻ അപ്ലൈ നരേറ്റീവ്. CBT is a different, not easily, but the narrative is simply. Okay, thank you, sir. ഒരു കുട്ടിയെ സാറേ, ഒരു കുട്ടി പിന്നെ ഈ കുട്ടിയുടെ പോസിറ്റീവും നെഗറ്റീവും ചിന്താഗതി എഴുതാൻ പറഞ്ഞപ്പോ കുട്ടി അതിൽ എഴുതി ജീവിതം ഒരു ചവറാണ്. പിന്നെ രണ്ടാമത് എഴുതി ഈ ജീവിതത്തെക്കാൾ മരണമാണ് ഇഷ്ടമായി പലപ്പോഴും തോന്നാറുള്ളത്. അങ്ങനെ 2 കമന്റ് എഴുതി. അതുപോലെ നിലവില് ഈ കുട്ടിയോട് പിന്നെ ഇതുവരെ ജീവിച്ചത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിന് കൂടുതൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കുട്ടിക്ക് എത്ര വയസ്സായി? കുട്ടിക്ക് 15. പഠിക്കുന്ന എത്രയിലാ? 10ലാ? 10ല്. കുട്ടീനെ ബാക്ക്ഗ്രൗണ്ട് ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ഇതാണ്. എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ? പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാല് ഈ വീട്ടിൽ നിന്ന് ഈ കുട്ടിക്ക് 1-2 ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കുട്ടി ഒഴിവാക്കി. പക്ഷെ ഈ ഫ്രണ്ട്ഷിപ്പിനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ടീച്ചർ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോ വീട്ടിൽ നിന്നുണ്ടാവുന്ന പിന്നെ ഒരാദ്യ ഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു എതിർപ്പ് ഉണ്ടാവുമല്ലോ. പക്ഷെ പിന്നീട് അതൊക്കെ തരണം ചെയ്തു. അപ്പോ ഇതൊക്കെ കുട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ കടുക്കുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ കുറെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ കൂടുതലായി കുട്ടിയെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ എന്താണ് പറ്റുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടി. അതർക്ക് കുട്ടിക്ക് ഇപ്പൊ നിലവിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പെൺകുട്ടിയാണ്. പെൺകുട്ടിയാ. അപ്പൊ നിലവിൽ ഈ കുട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ കറക്റ്റായി കുട്ടി നമ്മൾ ചോദിക്കണം. കുട്ടിക്ക് ഏത് മേഖലയിലേക്കാണ് എന്താണ് കുട്ടിയുടെ ലൈഫിൽ ആവശ്യം. ചിലപ്പോ പാരന്റിന്റെ കറക്റ്റ് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സ്ട്രഗിൾ ചെയ്ത് പോകാൻ കുട്ടിക്ക് കഴിയുന്നുണ്ടോ നമ്മള്? അതായത് ഈ ഒരു സ്ട്രെസ് ലെവൽ കുട്ടിക്ക് എത്രത്തോളം ഉണ്ട്? പാരന്റ് സ്ട്രെസ് ഉണ്ടാവും, ചിലപ്പോൾ ഫ്രണ്ട് സർക്കിൾ, ചിലപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പിൽ പോയ അത് വിട്ടുപോയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് അത് വിടാനുള്ള കാരണം നമ്മളൊന്ന് അന്വേഷിക്കണം. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വിടാനുള്ള ചിലപ്പോ അതിലൊക്കെ എന്താണ് കുട്ടി ഒരു ട്രോമ പോലെ ആണെങ്കിൽ അന്വേഷിച്ചപ്പോ പറഞ്ഞത് പിന്നെ ഈ കുട്ടി
ഫ്രണ്ട്ഷിപ്പ് കൂടിയ കുട്ടി കുറച്ച് വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ ഈ ചെക്കൻ്റെ ഉണ്ടായിരുന്നു. സിസർ വലിക്കുക പോലത്തെ. അപ്പൊ ആദ്യം കുട്ടി മനസ്സിലാക്കിയത് ഞാൻ കാരണം ഞാൻ ഫ്രണ്ട്ഷിപ്പ് കൊടുത്തത് കൊണ്ട് അവനെ നേരാക്കാൻ കഴിഞ്ഞാലോ എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നീട് നേരെ ആവൂല, ഇത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്ന് കണ്ടപ്പോഴാണ് കുട്ടി എന്താക്കിയത്, അത് ഒഴിവാക്കിയത്. അതിപ്പോ ചിലപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ സാധ്യതകൾ ഉണ്ടാവും. അത് മെന്റലി കുട്ടിക്ക് തകർത്തുന്ന നല്ല അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പ് പോയ ഫ്രണ്ട്സ് ആയിരിക്കാം. അത് ഇയാള് ഞാൻ പറഞ്ഞിട്ട് പോലും അവൻ കേൾക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ആ കുട്ടിക്ക് ഒരു മാനസികമായ സ്ട്രഗിൾ ആയി മാറിയിട്ടുണ്ടാവാം. പിന്നെ അതേപോലെ തന്നെ ഇവര് ആ കമ്പനിയിലുള്ള ആ ഫ്രണ്ട്ഷിപ്പുള്ള അവന് ഇപ്പോഴും ഇയാൾക്ക് മെസ്സേജ് അയക്കുകയോ വേറെ എന്തെങ്കിലും രീതിയിൽ എന്തോ കുട്ടികൾ പെരുമാറുന്നുണ്ടോ അതും കൂടി നോക്കണം. കാരണം ഫ്രണ്ട് സർക്കിളാണ് പലതരത്തിൽ. ഇപ്പോഴത്തെ കാലല്ലേ. ഇന്നലത്തെ ഞങ്ങളൊരു വീഡിയോ കണ്ടില്ല, ഒരു അധ്യാപകനെതിരെ ഒരു കുട്ടി കൈ ചൂണ്ടി സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടില്ല നിങ്ങളെല്ലാരും? അതേപോലെ എന്താണ് ഈ കുട്ടിക്ക് മൈഗ്രെയിൻ ആയിട്ട് ക്ലാസ് കടുക്കരുത്. അപ്പൊ കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടു, അതിന്റെ മുന്നിലെ ദിവസവും ഞാൻ കണ്ടു. അപ്പൊ ഞാനൊരു നിർഭാഗ്യവശാൽ ആ ക്ലാസ്സിൽ എത്തിച്ചേർന്നതാ. എന്റെ ക്ലാസ് ഒന്നല്ല. ഞാൻ ചോദിച്ചു എന്താണ്, അപ്പൊ ഈ കുട്ടിയായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു, എപ്പോഴാണ് ഉറങ്ങാറുള്ളത്, എന്താണ് വേറെ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? അപ്പൊ ആദ്യം പറഞ്ഞ പ്രയാസം ഒന്നുമില്ല, പിന്നീടാണ് ഇതൊക്കെ വന്ന് ഇത് അണ പൊട്ടി ഒഴുകിയത്. പക്ഷെ അതോടെ മൈഗ്രെയിൻ മാറി. പക്ഷെ കുട്ടി എഴുതിയ പോയിന്റിൽ ഈ 2 പോയിന്റ്. പക്ഷെ ഞാൻ സ്കൂൾ കൗൺസിലറോട് പറഞ്ഞു, ഇന്ന കുട്ടി ഇങ്ങനെ എഴുതിയപ്പോ ഇന്ന വാചകങ്ങൾ അതിലുണ്ട്. ഒരു ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫോളോ ചെയ്യാലോ. നമ്മൾ കൗൺസിലേഴ്സ് അല്ലല്ലോ, രജിസ്റ്റേർഡ് അല്ലല്ലോ. അല്ല, അതൊക്കെ പറയണം എന്തായാലും. കാരണം ഇങ്ങനെ ചിന്താഗതി കുട്ടിയെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അല്ല, ഞാനത് കൗൺസിലർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പഠിച്ചു വെക്കണല്ലോ കൂടുതലായിട്ട്. അതെ, അതുപോലെ തന്നെ വീട്ടുകാരെ പാരന്റിനെ അറിയിക്കാനും കൂടി ശ്രമിക്കണം. കുട്ടിയുടെ ഇപ്പോഴത്തെ കാരണം വീട്ടിൽ എന്താണ് നമുക്ക് അറിയില്ലല്ലോ, എന്തൊക്കെ നടക്കുന്നതെന്നുള്ളത്. ഇപ്പൊ കുട്ടി പറഞ്ഞത് വെച്ചിട്ടുള്ള അവരുടെ ഈ ബാപ്പന്റെയും ഉമ്മന്റെയും പിന്നെ ലൈഫില് ആദ്യകാലത്തുണ്ടായ ചില പൊട്ടിത്തെറികളും അകൽച്ചയും ഒക്കെ എന്തായിട്ടുണ്ട്, ഈ കുട്ടീനെ ഒരു കാലത്ത് എനിക്ക് ചെറുപ്പകാലത്തായി കുട്ടിന്റെ ഒരു 5-6 വയസ്സ് വരെയുള്ള 5-6 ക്ലാസ് വരെയുള്ള കാലത്ത് ചിലതൊക്കെ കുട്ടി അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോ അതും ബാധിച്ചിരിക്കാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. സാധ്യത ഉണ്ടാവും. കാരണം ആ സിറ്റുവേഷനിൽ വളർന്ന കുട്ടിയാണല്ലോ. കാരണം ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഉമ്മനോട് കിട്ടിയിട്ടുണ്ടാവില്ല, സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല. പാപ്പനോട് കിട്ടേണ്ട സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ എന്നും ബഹളം ഒച്ചപ്പാടൊക്കെ ആകുമ്പോ എന്താണ് കുട്ടി ആ മൈൻഡോട് കൂടിയ അപ്പോഴാണ് ഒരു ഫ്രണ്ട് സർക്കിൾ കിട്ടിയിട്ടുള്ളത് കുട്ടിക്ക്. അത് ആ ഫ്രണ്ട് സർക്കിൾക്ക് ഇങ്ങനെ ദുസ്വഭാവം ഉണ്ടായത് കുട്ടിക്ക് അതിനെ ഒഴിവാക്കാം. അതിലുള്ള സങ്കടം ആയിരിക്കും ഇപ്പൊ നിലവിൽ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പൊ കൊണ്ടാണ് ഈ കുട്ടിക്ക് എന്താണ് പുതിയ ഫ്രണ്ട് സർക്കിൾ, നല്ല ഫ്രണ്ട് സർക്കിൾ പരിചയപ്പെടുത്തി കൊടുക്കുക. സ്കൂളിലെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കെടുപ്പിക്കുക. പിന്നെ പൊതുവായിട്ടുള്ള ഒരു സ്കൂൾ പ്രോഗ്രാമിൽ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താണ് സൂപ്പർവൈസിങ് എന്ന പോലെ അങ്ങനത്തെ പ്രോഗ്രാമിൽ കുട്ടിയെ കൊടുക്കുക, ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക, റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. ഇതൊക്കെയാണ് അതൊക്കെ കൗൺസിലേഴ്സ് പറഞ്ഞു തരും. സ്കൂൾക്ക് അവരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഓക്കെ, ആയിക്കോട്ടെ. യെസ്. ഒരു കുട്ടിക്ക് ബൈപ്പോളർ ഡിസോർഡർ ഡയഗ്നോസ് ചെയ്തതാണ്. അവന് മരുന്ന് കൊടുക്കുന്നുണ്ട്, പക്ഷെ കറക്റ്റ് കൊടുക്കൂല. ഉള്ളത് മരുന്ന് പാരന്റിനെ കാണാതെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് കളയും. പക്ഷെ അവനിപ്പോ കുറച്ച് ടൈമായിട്ട് ഇപ്പോ ഒരു 1-2-3 പ്രാവശ്യമായിട്ട് മറ്റേ കൂറച്ചോക്കുണ്ടല്ലോ, കോക്രോച്ചിനെ ഇതാക്കണേ, അത് കഴിച്ചിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോ വാങ്ങിയിട്ട് അത് കഴിച്ചിട്ട് 1-2 പ്രാവശ്യമായിട്ട് ഉമ്മനോട് പറഞ്ഞ്, പിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് ചികിത്സിച്ചു. പിന്നെ ഇപ്പോഴും അവന് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാല് കയറെടുത്ത് ഇതാക്കിയിട്ടും അങ്ങനൊക്കെ അവസരം കിട്ടാൻ കാത്തുക്കാണ്. അപ്പൊ അവനോട് പറഞ്ഞു, അവന് ഇങ്ങനെ അവനോട് ഇങ്ങനെ മൈൻഡിലേക്ക് ഇങ്ങനെ പറയാണ്, നീ തൂങ്ങിക്കോ, നീ കൊടുത്തിട്ടും കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയണില്ല. നമ്മൾ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുക, ഉപദേശം കൊടുക്കല്ല. നല്ലൊരു കൗൺസിലർ അടുത്ത് കുട്ടീനെ കൊണ്ടുപോകുക, വേഗം റെഫർ ചെയ്യുക. അങ്ങനത്തെ പ്രത്യേകിച്ച് സൂയിസൈഡ് തോട്ടുള്ള കുട്ടികൾക്കൊക്കെ അതല്ലേ വേണ്ടത്. നമ്മൾ എത്ര വീട്ടിൽ നിന്നും പുറത്തുനിന്നും ഉപദേശം കൊടുത്ത കുട്ടിയുടെ മനസ്സിൽ കയറൂല. പക്ഷെ നമ്മളെ പുറത്തുനിന്ന് ഒരാൾ ഈ പറയുന്ന ഉപദേശം ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ കുട്ടിക്ക് മെന്റലി എന്താണ് ഒന്ന് മാറ്റം ഉണ്ടാവും.
അല്ല, അഡ്മിറ്റ് ആക്കിയ കേസാണ്. 1 മാസത്തോളം അഡ്മിറ്റ് ആക്കിയിട്ട് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ കുറച്ചൊരു മാറ്റം ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ പിന്നെയും വരും. അങ്ങനെ ഈ ഇപ്പൊ കറക്റ്റ് ട്രീറ്റ്മെന്റ് ശരിക്കും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവില്ല. അവര് ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്ന കാര്യങ്ങളൊന്നും കുട്ടി കറക്റ്റ് ആയിട്ട് വീട്ടുകാർ ഫോളോ അപ്പ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ചില ആക്ടിവിറ്റികളൊക്കെ ആ കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അതും കൂടി അന്വേഷിക്കണം. പിന്നെ അതുമല്ല, ഈ ഒരു കുട്ടിയുടെ എങ്ങനെയാണ് വീട്ടുകാർ കാണുന്നത് കൂടി ശ്രദ്ധിക്കണം. അതായത് കുട്ടി ഒരു അസുഖക്കാരിയാണ് എന്നുള്ള ചിന്ത വീട്ടുകാർക്ക് മൊത്തം ഉണ്ടെങ്കിൽ എപ്പോഴും ആ രീതിയിലാണ് കാണുന്നതെങ്കിൽ കുട്ടിക്ക് എന്താണ് ഈ ഒരു തോട്ട് പ്രോസസ്സ് മാറൂല. അതൊന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ. അത് ശ്രദ്ധിക്കണം. ഓക്കെ. ഓക്കെ സാർ, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, സർ യെസ്, പറഞ്ഞോളൂ. കംപ്ലീറ്റ് ആയോ? ഇതൊരു നല്ലൊരു കമ്മിറ്റ് ആയെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഡിസ്കഷൻ ഏരിയ ആയിരുന്നു അല്ലേ? അതെ അതെ അതെ. എല്ലാരും ഏകദേശം കുറെ ആൾ ഇടപെട്ടു. യെസ്, അതെ അതെ. അങ്ങനെ ഇടപെടുമ്പോഴാണല്ലേ കുറച്ചും കൂടി ഒരു ഡിസ്കഷൻ ഒന്നും കൂടി ഒരു ചർച്ച ചൂടാവും അല്ലേ? അതെ അതെ. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എന്തായാലും നമ്മുടെ വെള്ളിയാഴ്ചകളിലെ സൈക്കോതെറാപ്പി സെഷൻ, അപ്പൊ എല്ലാ വെള്ളിയാഴ്ചകളിലും സൈക്കോതെറാപ്പി സെഷൻ ആണ്. അപ്പൊ വെള്ളിയാഴ്ചകളിൽ 7 മണിക്ക് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക, നിങ്ങളുടെ സമയം ബ്ലോക്ക് ചെയ്ത് വെക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും 7 മണിക്ക് നിസാർ സാറിന്റെ ഈ ഒരു സെഷൻ ഉണ്ടാകും. അപ്പൊ സെഷനിൽ നമ്മൾ ഡിഫറെന്റ് തെറാപ്പികൾ, ഇപ്പൊ കഴിഞ്ഞ കുറെ തെറാപ്പികൾ നമ്മൾ ചെയ്തു അല്ലെ? ആ തെറാപ്പികളൊക്കെ നമ്മുടെ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പോയി കാണാം. അതേപോലെ തന്നെ ഇന്നെടുത്ത നമ്മുടെ സെഷന്റെ പിന്നെ PPT നമ്മുടെ ഗ്രൂപ്പിൽ സാർ ഷെയർ ചെയ്യും, അപ്പോൾ അത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ അടുത്ത സെഷനുകളിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ സാറിന്റെ CBT നമ്മുടെ എക്സ്ക്ലൂസീവ് വർക്ക്ഷോപ്പാണ് നമ്മൾ അക്കാദമിയുടെ. CBTയുടെ അടുത്ത ബാച്ചിന്റെ അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. CBTയുടെ 10ാമത്തെ ബാച്ച്, ഏകദേശം 500 ലേണേഴ്സ് ഓൾറെഡി എൻറോൾ ചെയ്ത കോഴ്സാണ് നമ്മുടെ ഈ ഒരു CBT. 5 ദിവസത്തെ CBT വർക്ക്ഷോപ്പ് ഫെബ്രുവരി 2-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 500 rupees ആണ് അതിന്റെ പേയ്മെന്റ് വരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് സീറ്റ് കൂടി അവൈലബിൾ ആണ്, താല്പര്യപ്പെടുന്നവർക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ CBT ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് CBT എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് എത്രയും വിഷയങ്ങൾ സാറ് ഡിസ്കസ് ചെയ്യും. ഒരു 1 ഡേ വർക്ക്ഷോപ്പ് ആണ്, ജനുവരി 28-ന്. ഇത് കുറേ ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾക്ക് എങ്ങനെയാണ് CBT അപ്ലൈ ചെയ്യുക, ആങ്സൈറ്റി, ഡിപ്രഷൻ, ബുള്ളിയിങ്, ലോ സെൽഫ് എസ്റ്റീം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് ജനുവരി 28-നാണ്. അപ്പൊ അതും അഡ്മിഷൻ ഓൺഗോയിങ് ആണ്. താല്പര്യപ്പെടുന്നവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞു. ഈ ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന്റെ സെഷൻ നിങ്ങൾ പെയ്ഡ് ആയിട്ടോ എങ്ങനെങ്കിലും നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ഗ്രൂപ്പ് തെറാപ്പിയുടെ അത് നേരത്തെ നിസാർ സാറായിട്ട് ഡിസ്കഷൻ ചെയ്തിരുന്നു. ഞാൻ മുന്നൊരിക്കൽ ചോദിച്ചിരുന്നു ഒരു ക്ലാസ്സിൽ. ഓക്കെ. ഗ്രൂപ്പ് തെറാപ്പിയുടെ നമ്മൾ അറിയിക്കാം കേട്ടോ, അതിന്റെ ഡിസ്കഷൻസ് ഓൺഗോയിങ് ആണ്. ഗ്രൂപ്പ് തെറാപ്പി ഉണ്ടെങ്കിൽ പിന്നെ അത് കുറെ ആളുകൾ ഉണ്ട് ചേരാൻ ആ കോഴ്സിലേക്ക്. ഓക്കെ. അതുകൊണ്ട് 10-15 ആളൊക്കെ ഉണ്ടാവും. എന്റെ ഗറോഫിൽ തന്നെ ഉണ്ട് 10-15 ആൾ. ഓക്കെ, ഞാനത് അറിയിക്കാം സാറേ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം എല്ലാവരും ഇവിടെ വന്നതിലും നിങ്ങൾ അത് ഇത്രയും നേരം നിങ്ങൾ കേട്ടതിലും ഒക്കെ ഉള്ള സന്തോഷം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സെഷൻ ലീഡ് ചെയ്ത് നമ്മുടെ നിസാർ സാറിനും അതിന്റെ സ്നേഹങ്ങളും സന്തോഷങ്ങളും അറിയിക്കുന്നു. അപ്പോൾ ഗ്രൂപ്പുകളിൽ നിങ്ങൾ സജീവമായി നിൽക്കുക. അടുത്ത ഒരു ഫ്രീ വെബിനാർ നിങ്ങളെ ഉടനെ തന്നെ അറിയിക്കും. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ.